അധികം ദൈവം, സർവശക്തിമാനായ ദൈവം, എൽ ഷദായിയായ ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിൽ അധികമാകും. ഏതെല്ലാം കാര്യത്തിൽ? ബുദ്ധിയിൽ, പരിജ്ഞാനത്തിൽ, കഴിവിൽ, സഭാവളർച്ചയിൽ, ആരോഗ്യത്തിൽ എല്ലാം. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു, എൽ ഷദായി കൂടെ ഉണ്ടെങ്കിൽ. എനിക്ക് 83 വയസ്സായി. അസാധാരണമായ ദൈവകൃപ തന്നു. ആ കൃപ കൊണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. താങ്ക് യു, ഒത്തിരി നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. അങ്ങനെ ദുസ്വഭാവമുള്ളവർ വല്ലവരും ഉണ്ടോ, അതോ ഞാൻ മാത്രമേ ഉള്ളൂ? നോട്ട്ബുക്കില്ലാതെ ഞാൻ വെളിയിൽ ഇറങ്ങത്തില്ല, എപ്പോഴും കാണും. അല്ല, പ്രസംഗം കേൾക്കാൻ പോകുമ്പോൾ ഞാൻ വലിയ നോട്ട്ബുക്കുമായിട്ടേ പോകത്തുള്ളൂ. ആര് പ്രസംഗിച്ചാലും എഴുതിയെടുക്കാം. പ്രെയർ റിക്വസ്റ്റ് എഴുതി തന്നതായിരിക്കാം. ആട്ടെ, നിങ്ങൾ എഴുതി തരുന്ന പ്രെയർ റിക്വസ്റ്റ് എല്ലാം ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. ഞാനും ലില്ലിയും കൂടെ ഒന്നിച്ച് കൈവച്ച് പ്രാർത്ഥിക്കും. കളിപ്പിക്കുന്നവനല്ല ഞാൻ കളിപ്പിക്കത്തില്ല. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രെയർ ഗ്രൂപ്പിലുള്ള സഹോദരിമാർ 30 ദിവസം പ്രാർത്ഥിക്കും. കളിപ്പീരുകാരല്ല ഞാൻ എഴുതി വച്ചിരിക്കുകയാണ്, മൈനോറിറ്റി പ്ലസ് ഗാഡ് ഈസ് മെജോറിറ്റി. 1983 ഈ ഇക്വേഷൻ, എനിക്ക് മലയാളം അറിഞ്ഞുകൂടാ അതിൻ്റെ വാക്കാണ്, ആ ഇക്വേഷൻ കിട്ടിയത്. ഒന്നുകൂടെ പറയാം, മൈനോറിറ്റി അധികം ഗോഡ് പ്ലസ് ഗോഡ് ഈസ് മെജോറിറ്റി. അടുത്തത്, മെജോറിറ്റി മൈനസ് ഗോഡ് ഈസ് മൈനോറിറ്റി. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നീ ഏകനല്ല, നീ ഒരു മെജോറിറ്റിയാണ്. ചില ഉദാഹരണങ്ങൾ, 5 ഉദാഹരണങ്ങൾ എൻ്റെ പക്കലുണ്ട്. ഒന്ന്, മോശ അധികം ഒരു വടി. സോറി തെറ്റിപ്പോയി, അറിഞ്ഞുകൊണ്ട് തെറ്റ് പറഞ്ഞതാ കേട്ടോ, നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ. മോശ അധികം ദൈവത്തിൻ്റെ വടി മഹാത്ഭുതം. മോശ അധികം സ്വന്തം വടി പ്രാണരക്ഷാർത്ഥം അവൻ ഓടേണ്ടി വന്നു. സ്വന്തം വടി ദൈവത്തിൻ്റെ വടിയായപ്പോൾ മഹാത്ഭുതമായി മാറി. മോശയുടെ പുസ്തകം, പുറപ്പാട് പുസ്തകം, അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. ആ കാലത്ത് മോശ മുതിർന്ന ശേഷം അവൻ തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി. ഇതൊരു വലിയ അത്ഭുതമാണ്. അവൻ ഈ കുടുംബത്തിലുള്ളതാണെന്ന് അവൻ അറിയത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ കുറേ ഫോട്ടോ ഉണ്ട്, പണ്ട്, ഇപ്പോഴും ഉണ്ട്, വേറെടുത്താണ്. ആരൊക്കെയാണെന്നറിയാം? ആദിവാസികൾ. ഒരു വല്യമ്മച്ചി ഇരിപ്പുണ്ട്, ഒരു കൊച്ചു മുണ്ടുമൊക്കെ ഉടുത്ത്, ഒരു ഇത്രയും നീളമുള്ള ചുരുട്ടും വായി വെച്ചോണ്ട്, ചുരുട്ട് തിരിച്ചു വെച്ച് വലിക്കും, ആദ്യം വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ വേറൊരു പെണ്ണിൻ്റെ പടമുണ്ട്, ഒരു 10-17 വയസ്സുള്ള പെണ്ണ്, പുല്ലുകൊണ്ടുണ്ടാക്കിയ തുണിയാണ്. ആ കൊച്ചിൻ്റെ കഴുത്തിന് ഇത്രയും നീളമുണ്ട്, അതിങ്ങനെ പിടിച്ച് നീട്ടി വളർത്തിയെടുത്തതാണ്. അതിനകത്ത് മുഴുവൻ ചങ്ങലകൾ ഇട്ടിരിക്കുകയാണ്, റിങ്സ് ഇട്ടിരിക്കുകയാണ്, അലൂമിനിയത്തിൻ്റെ. അപ്പം എൻ്റെ മോൻ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ കുറച്ച് കൂട്ടുകാർ വന്നു. കൂട്ടുകാരെല്ലാം നോക്കി വെച്ച് പറഞ്ഞു, അയ്യോ നിങ്ങൾ ഈ കുടുംബത്തിലുള്ളതായിരുന്നു. എൻ്റെ മോൻ പറഞ്ഞ് നിരത്തി കളഞ്ഞാടി. ഇപ്പം മോൻ വെച്ചിരിക്കുക അത് കേട്ടോ. ഇത് അവൻ വളർന്നു കഴിഞ്ഞപ്പോൾ 2-ാം അധ്യായത്തിന് അവൻ വേലം നോക്കി, അവന് മനസ്സിലായി, ഞാനിപ്പോൾ കൊട്ടാരത്തിൽ താമസിക്കുന്നെങ്കിലും എൻ്റെ കുടുംബം അതാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ കുടുംബം അറിഞ്ഞിരിക്കണം. ഏത് കുടുംബം? ആത്മീയ കുടുംബം, ചർച്ചിലെ ആചാരങ്ങൾ, ഇതൊക്കെ അവർക്ക് അറിഞ്ഞിരിക്കണം. പ്രാർത്ഥിക്കാൻ അറിഞ്ഞിരിക്കണം. അധികം കുഞ്ഞുങ്ങൾക്കും അപ്പന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പിന്നെ എങ്ങനെ മക്കൾക്ക് അറിയാവുന്നേ? മക്കളെ, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ദൈവത്തെപ്പറ്റിയുള്ള പരിജ്ഞാനവും ആ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള കഴിവുമാണ്. ഞാൻ സ്വത്തില്ലാത്തൊരു മനുഷ്യനാണ്. വീടില്ല, ഭൂമിയില്ല, കാറില്ല, ജീപ്പില്ല, സ്കൂട്ടറില്ല, ഒരു സൈക്കിൾ പോലുമില്ല, സത്യം പറയുകയാണ്. പക്ഷേ എൻ്റെ മക്കൾക്ക് ഞാൻ വലിയൊരു സമ്പാദ്യം കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ദൈവത്തെ അറിയാം. ദൈവത്തെ പറ്റിയല്ല, ദൈവത്തെ അറിയാം. പ്രാർത്ഥിക്കാൻ അറിയാം. മോശ മുതിർന്ന ശേഷം തൻ്റെ സഹോദരന്മാരെ അടുക്കൽ ചെന്നവരുടെ ഭാരമുള്ള വേല നോക്കി തൻ്റെ സഹോദരന്മാരിൽ ഒരു എബ്രായ ബാലനെ, ഒരു മിശ്രൈമിനെ അടിക്കുന്നത് കണ്ടു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ മിശ്രൈമിനെ അടിച്ചു കൊന്നു, മണലിൽ മറവ് ചെയ്തു.
അവൻ്റെ ഒരു വടിയുണ്ടായിരുന്നു. അവൻ ആരാണ്? രാജകുമാരനാണ്. രാജാവിൻ്റെ കയ്യിൽ രാജദണ്ഡുണ്ടായിരിക്കും. രാജകുമാരന്മാരുടെയിലും ഒരു ചെറിയ വടിയെങ്കിലും കാണും. വെള്ളി കൊണ്ടായിരിക്കും ഉണ്ടാക്കിയത്. അതിനകത്ത് മുത്തും വജ്രവും ഒക്കെ പതിച്ചിരിക്കാം. അവന് ആ വടിയെടുത്ത്, വില കൂടിയത്, എത്ര ഡോളറായിരിക്കും അതിൻ്റെ വില നമുക്കറിഞ്ഞുകൂടാ, വില കൂടിയ ഒരു വടി, ദൈവമില്ലാത്ത വടി അവന് ദോഷം ചെയ്തു. വേദപുസ്തകം പറയുന്നു അവന് ഓടിപ്പോകേണ്ടി വന്നു. 15-ാമത്തെ വാക്യം, മോശ ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. വില കൂടിയ വടി അധികം മോശ സമം ഭയം ഓടേണ്ടി വന്നു. എന്നാൽ 40 വർഷത്തിന് ശേഷം, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, വേദപുസ്തകം കയ്യിലുണ്ടോ? യഹോവ അവനോട്, നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ദൈവം അവനെ കണ്ടുമുട്ടി. അവൻ ദൈവത്തെ അന്വേഷിച്ച് പോയതല്ല, പക്ഷേ അവന് ദൈവത്തെപ്പറ്റി അറിയാമായിരുന്നു. ആരാ പഠിപ്പിച്ച? സൺഡേ സ്കൂൾ ടീച്ചർ അല്ല, അവൻ്റെ അപ്പനും അമ്മയും. അവൻ വളർന്നു വന്ന വീട്ടുകാരല്ല പഠിപ്പിച്ചത്, അവൻ്റെ അപ്പനും അമ്മയും. അത് വെച്ചുകൊണ്ട് ദൈവമായിട്ട് ബന്ധമുണ്ടായിരുന്നതിനാൽ ദൈവം അവനെ അന്വേഷിച്ചു വന്നു. ദൈവം അവനെ അന്വേഷിച്ച് വന്നു കഴിയുമ്പോൾ ദൈവം അവനോട്, യഹോവ അവനോട്, നിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്നവന് പറഞ്ഞു. ഏത് വടിയാണ്? നേരത്തെ ഉണ്ടായിരുന്നത് രാജദണ്ഡായിരുന്നു. അതെല്ലാം കളഞ്ഞും വെച്ച് ഒരാടിനെ തീറ്റുന്ന മനുഷ്യനായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ആട്ടിടയന്മാരെ കണ്ടുകൊണ്ട്, നിങ്ങൾ കണ്ടു കാണത്തില്ല, കാശ്മീരിൽ ആട്ടിടയന്മാരുണ്ട്. 1000-500 ആട് കാണും ഒരാൾക്ക്. ഞാൻ 3000 ആടുള്ള ആട്ടിടയന്മാരെ വരെ അന്ന് കണ്ടിട്ടുണ്ട്, ഇപ്പോഴില്ല. ആട്ടിടയന്മാർ, അവരുടെ ഒരു വടി കാണും. പ്രധാനപ്പെട്ട ആടിടയൻ ഇതുപോലത്തെ ഒരു വടിയും കുത്തി മുമ്പേ നടക്കും. വലിയ വടിയായിരിക്കും. ആ വടിക്കകത്ത് ചിലപ്പോൾ അയാളുടെ പേര് വരെ കുത്തി വെച്ചിരിക്കും. അധികാരത്തെ കാണിക്കുന്നു. ആടുകളെല്ലാം അയാളുടെ പുറകെ വരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് യഹോവ അവന് പ്രത്യക്ഷപ്പെട്ടു ഒരു മുൾപ്പടർപ്പിൽ. എന്നിട്ട് അവൻ്റെയൊക്കെ പറഞ്ഞു, നീ പോകണം, എൻ്റെ ജനത്തെ പിടിപ്പിച്ചുകൊണ്ട് വരണം. അവൻ പറഞ്ഞു, വലിയ പ്രയാസമാണ്. 3-4 ഉപാധികൾ പറയുന്നുണ്ട്. ഒക്കത്തില്ല. അവസാനം ദൈവം ചോദിക്കുന്നു, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു വടി, ഉണക്കവടി. വനത്തിൽ നിന്ന് വെട്ടിയെടുത്ത സാധാരണ ഒരു കമ്പ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു വടി വെള്ളിയുടേതായിരിക്കാം, വില കൂടിയതായിരിക്കാം, പക്ഷേ അതവന് ദോഷം ചെയ്തു. ദൈവമില്ലാത്ത വടി. പക്ഷേ ഇതൊരുണക്കവടി. പറഞ്ഞു താഴെ ഇടുക എന്ന് പറഞ്ഞു, അവൻ താഴെ ഇട്ടു. നിലത്തിടുക എന്ന് പറഞ്ഞു, നിലത്തിട്ടു. അതിന് ജീവൻ വന്നു. നീയും നിൻ്റെ ജീവിതം സമർപ്പിക്കാമെങ്കിൽ, നിൻ്റെ പണം സമർപ്പിക്കാമെങ്കിൽ, നിൻ്റെ കഴിവുകൾ സമർപ്പിക്കാമെങ്കിൽ, സ്വർഗസ്ഥനായ ദൈവം അതിന് ജീവൻ കൊടുക്കും. ചെറുപ്പക്കാർ കേൾക്കണം. രാവിലെ ഞാൻ ചെറുപ്പക്കാരുടെ ഒക്കെ സംസാരിച്ചു. നിൻ്റെ കയ്യിലുള്ള കഴിവ്, നിൻ്റെ ബലം, നിൻ്റെ പണം, നിൻ്റെ വീട്, നിൻ്റെ കാറ് എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ജീവൻ വരും. ജീവൻ വന്നു കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കും. എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഞാനീ പറഞ്ഞത് വീടുമെല്ലാം ഉപദേശിമാർക്ക് കൊടുക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എങ്കിലും പറയാൻ കഴിയണം, ദൈവമേ ഇതെൻ്റെയാണ്, പക്ഷെ നീ എന്തെങ്കിലും ചോദിച്ചാൽ ഇത് വിട്ടുതരാൻ എനിക്ക് മനസ്സുണ്ട്. ഞാനൊരു അധികം കഴിവില്ലാത്ത മനുഷ്യനായിരുന്നു. ഞാൻ രാവിലെ എന്നെപ്പറ്റി പറഞ്ഞു. ഞാൻ ഓടി നടക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ പഠിക്കാൻ പോലും ബുദ്ധിയില്ലാതിരുന്ന ചെറുപ്പക്കാരനാണ്. അതുകൊണ്ടാണ് എനിക്ക് കോളേജിൽ നിന്ന് ഒളിച്ചോടി പോകേണ്ടി വന്നത്. എന്നാൽ ഒരു ദിവസം ഞാൻ എൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കഴിവുകൾക്ക് ബലം തന്നു. ഞാൻ രാവിലെ പറഞ്ഞു, 88 പുസ്തകം എഴുതി. ഒരു 10 പുസ്തകം എഴുതുന്നത് പ്രയാസമാണ്. 88 പുസ്തകം ബൈബിൾ കോളേജിൽ പോയിട്ടില്ലാത്ത ഞാൻ എഴുതി. ഒരാഗ്രഹം തോന്നി. ബില്ലി ഗ്രഹാമിനെ കണ്ടു. ബില്ലി ഗ്രഹാം എൻ്റെയൊക്കെ പറഞ്ഞു, ബില്ലി ഗ്രഹാമല്ല, ബില്ലി ഗ്രഹാമിൻ്റെ ഓർഗനൈസേഷനിലുള്ള ഒരാൾ എന്നെ ബില്ലി ഗ്രഹാം ഉണ്ടാക്കിയ ഒരു സിനിമ കാണിച്ചു. ഞാൻ അവിടെ നിന്ന് കരയുകയായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ എൻ്റെ വന്ന് പറഞ്ഞു, നിങ്ങളും ഇതുപോലൊരു സിനിമ ഇന്ത്യയിൽ ഉണ്ടാക്കണം. ഇന്ത്യൻ ആക്ടേഴ്സ്, ഇന്ത്യൻ പശ്ചാത്തലം, ഇന്ത്യയിലെ ഭാഷയിൽ. 83-ലാണ് എനിക്കിവിടെ സിനിമ ഉണ്ട്. സിനിമയ്ക്കകത്ത് ഒരു കാര്യവും എനിക്കറിയത്തില്ല. ഞാൻ നാടകത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ വേറെ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ 2000-ൽ ഞാൻ എറണാകുളം ടൗൺ ഹാളിലിരിക്കുകയാണ്. പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒക്കെ പറഞ്ഞു, ആ സിനിമയ്ക്ക് കഥ എഴുതിയാട്ടെ. എൻ്റെ കയ്യിൽ എപ്പോഴും കടലാസ് കാണും. എൻ്റെ ബ്രീഫ് കേസുണ്ട്. ഞാൻ എടുത്തു. 5 പേജിനകത്തൊരു ചെറുകഥ പോലെ എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ RSV ബ്രദറിൻ്റെ കൊടുത്തു. RSV ബ്രദർ സാംസൺ കൊട്ടൂരിൻ്റെ കൊടുത്തു. 6 മാസത്തിനകത്ത് സിനിമ ആയി. അവാർഡ് കിട്ടിയ സിനിമ ആയി. നിങ്ങളുടെ എത്ര പേരെൻ്റെ സിനിമ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടില്ല? കാണണം.
അവാർഡ് കിട്ടിയ സിനിമ സ്വർഗം സന്തോഷിക്കുന്നു. അടുത്ത സിനിമ അറിഞ്ഞിട്ടും അറിയാതെ. മൂന്നാമത്തെ സിനിമ ചിറകിൻ മറവിൽ. നാലാമത്തെ സിനിമ അവൻ വരുന്നാൾ. അഞ്ചാമത്തെ സിനിമ ബെറ്റർ ഹാഫ്. കാണണം. നിങ്ങൾ വിചാരിച്ചു ഇയാളുടെ ഒത്തിരി പൈസ ഉണ്ടല്ലോ. ഒരൊറ്റ രൂപ ഞാൻ എൻ്റെ എടുത്തെടുത്തില്ല. എൻ്റെ കയ്യിൽ രൂപ. പണത്തിൻ്റെ പുറകെ പോയാൽ പിശാച് വരും. ദൈവത്തിൻ്റെ പുറകെ പോകാമെങ്കിൽ പണമൊക്കെ തരും. ആരോഗ്യം വരും, കഴിവ് വരും, കഴിവൊക്കെ വരും. ഇല്ലാത്ത കഴിവുകളും ഉണ്ടാകും. ഹല്ലേലൂയ. നിൻ്റെ കയ്യിലെന്ത്? അതിന് ജീവൻ വന്നു. ആ കമ്പിനെ താഴെ ഇട്ട് കഴിഞ്ഞപ്പോൾ, സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിന് ജീവൻ വന്നു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. മോശെ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രയീം ദേശത്തേക്ക് മടങ്ങി. ദൈവത്തിൻ്റെ വടിയും മോശെ കയ്യിലെടുത്തു. ആരുടെ വടിയായിരുന്നു അത്? മോശയുടെ വടി. എന്നാൽ സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതാരുടെ വടിയായി? ദൈവത്തിൻ്റെ വടിയായി. നിൻ്റെ വീട് സമർപ്പിച്ച് കഴിയുമ്പോൾ, നിൻ്റെ കഴിവ് സമർപ്പിച്ച് കഴിയുമ്പോൾ, നിൻ്റെ ശരീരം സമർപ്പിച്ച് കഴിയുമ്പോൾ, നിൻ്റെ പേഴ്സ് കൊടുക്കാനല്ല ഞാനീ പറഞ്ഞത്, സമർപ്പിച്ച് കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെ വകയാവും. എന്നെപ്പറ്റി ഒരാൾ ഇച്ചിരി മോശമായിട്ട് പണ്ടെഴുതി. അവരുടെ മാസികയ്ക്ക് 5000 കോപ്പിയാണ് സർക്കുലേഷൻ. 5000 തികച്ചില്ല. ആ സമയത്ത് എൻ്റെ ഇന്ത്യൻ മെസ്സഞ്ചർ മാസികയ്ക്ക് 70,000 കോപ്പി സർക്കുലേഷനുണ്ട്. എൻ്റെ ബുദ്ധിയുള്ളവരൊക്കെ പറഞ്ഞു നമുക്കും എഴുതണം. സത്യമായിട്ട് എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതണ്ട. ഞാൻ പറഞ്ഞു ഞാൻ എഴുതത്തില്ല. കാരണം എൻ്റെ പോളിസി ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ മാസികയ്ക്കകത്ത് ഒരു എഡിറ്റോറിയൽ എഴുതിയാൽ, ഒരു വാർത്ത എഴുതിയാൽ, ഞാൻ യേശുവിൻ്റെ കയ്യിൽ കൊടുത്താൽ യേശു എന്നെ നോക്കി ചിരിക്കണം. ഇങ്ങനെ വിചാരിക്കരുത് എന്തോ അവർക്ക് നീ എഴുതി വെച്ച അയാളെപ്പറ്റി അല്ലേ. അപ്പോൾ നിൻ്റെ വടി, നിൻ്റെ കഴിവ്, നിൻ്റെ പേന, നിൻ്റെ കടലാസ്, നിൻ്റെ ശരീരം, നിൻ്റെ മനസ്സ്, നിൻ്റെ പേഴ്സ്, നിൻ്റെ കാറ് ദൈവത്തിന് അത് ദൈവത്തിൻ്റേതായിത്തീരും. ദൈവത്തിൻ്റെ വടി കയ്യിൽ വന്നപ്പോൾ അവൻ്റെ പേടി മാറി. നേരത്തെ പേടിയായിരുന്നു, പേടിച്ചിട്ട് അവൻ ഓടിപ്പോയത്. ദൈവത്തിൻ്റെ വടി നിൻ്റെ കയ്യിൽ വന്നു കഴിയുമ്പോൾ നിൻ്റെ പേടി മാറും. ഓടിപ്പോന്ന മിസ്രൈമിലേക്ക് അവൻ പോയി, രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. ആരായിട്ട് പോയി? ദൈവത്തിൻ്റെ അംബാസഡറായിട്ട് പോയി. നേരത്തെ അവൻ ഓടിപ്പോരുന്നതാണ്. നീ ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം നിന്നെ സാവധാനത്തിൽ ഉയർത്താൻ തുടങ്ങും. പെട്ടെന്നായിരിക്കത്തില്ല. അധികം പേർക്കും ഉള്ള ഒരു തകരാറ്, അവർക്ക് പെട്ടെന്ന് വലിയ ആളുകളാവണം, പെട്ടെന്ന് വലിയ ആളുകളാണ്. പലരും എന്തൊക്കെ പറയും, വർഗീസ് ബ്രദറെ എനിക്ക് വർഗീസ് ബ്രദറിനെ പോലെ പ്രസംഗിക്കാൻ കഴിയണം. വളരെ എളുപ്പം. ആർക്കാ എന്നെ പോലെ പ്രസംഗിക്കാൻ ആഗ്രഹം? ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വീടും കൂടും വിട്ടും വെച്ച് ബീഹാറിൽ പോയി കുറച്ച് നാൾ പ്രവർത്തിക്കുക. ഞാനെങ്ങനെ ആയിരുന്നു ചെയ്തത്? ഞാൻ കാശ്മീരിൽ പോയി. അത് വയ്യ. വളർച്ചയ്ക്ക് ഘട്ടങ്ങളുണ്ട്, അതിനകത്ത് വളരണം. അവൻ രാജാവിൻ്റെ അംബാസഡറായിട്ട് പോയി. ഞാനൊരു സാധാരണ കുടുംബത്തിൽ പിറന്നതാണ്, പാവപ്പെട്ട കുടുംബത്തിലേ അല്ല. രാവിലെ എൻ്റെ കഥ പറഞ്ഞു. പക്ഷേ എങ്കിലും ഒരു വലിയ കുടുംബമല്ല. എൻ്റെ പേരൊന്നും പറഞ്ഞാലോ, എൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞാലോ എനിക്ക് സ്ഥാനം കിട്ടത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വേലക്കാരനായി ഞാനൊരു രാജ്യത്ത് ചെന്നിറങ്ങി. ടോങ്ക എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട് ആസ്ട്രേലിയ അടുക്കൽ. അവിടെ ചെന്നിറങ്ങി എന്നെ ഒരു പാസ്റ്റർ വന്ന് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെയൊക്കെ പറഞ്ഞു, ഇവിടുത്തെ രാജാവിൻ്റെ അടുക്കൽ CID റിപ്പോർട്ട് ചെയ്തു, ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടോ. അവരെ അന്വേഷിച്ചു. ഈ പാസ്റ്ററുടെ ഫോൺ നമ്പർ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പാസ്റ്ററെ വിളിച്ചു ചോദിച്ചു, ഇതാരാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നത്? ഇതുവരെ ഇന്ത്യയിൽ നിന്നൊരു പ്രസംഗകൻ വന്നിട്ടില്ല, ഇതാരാണ്? അപ്പോൾ പറഞ്ഞു, ഇയാളൊരു സുവിശേഷം പ്രസംഗിക്കുന്ന ആളാണ്. എൻ്റെ അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറഞ്ഞ പുസ്തകം കൊടുത്തു. അദ്ദേഹം ചോദിച്ചു, ഈ PG വർഗീസിനെ വിളിച്ചാൽ കൊട്ടാരത്തിലോട്ട് വന്നൊന്ന് പ്രാർത്ഥിക്കുമോ എനിക്ക് വേണ്ടി? എൻ്റെയൊക്കെ ചോദിച്ചു, രാജാവ് വിളിക്കുന്നുണ്ടോന്ന് പോകാമോ? ഞാൻ പറഞ്ഞു, നോക്കട്ടെ, സമയം കിട്ടുവാണെങ്കിൽ പോകാം. ചുമ്മാതെ പറഞ്ഞതാ. രാജാവിനെ കാണാൻ അവസരം വിടുമോ? വ്യാഴാഴ്ച ഡേറ്റ് ഫിക്സ് ചെയ്തു. ബുധനാഴ്ച അവിടെ ചെന്നു. അതിന് പ്രോട്ടോക്കോൾ എന്ന് പറയും, അതിന് പരിപാടിയുണ്ട്. പ്രോട്ടോക്കോൾ ഓരോന്നിനും അച്ചടക്ക പരിപാടികളുണ്ട്. എങ്ങനെയാണ് കാണാൻ പോകേണ്ടത്? അപ്പോൾ അവിടെ ബുധനാഴ്ച ഒന്ന് എൻ്റെ പറഞ്ഞു, നിങ്ങളിവിടെ വന്ന് നിൽക്കണം, നാളെ 9 മണിയാകുമ്പോൾ. സമയം മറന്നുപോയി. എന്നിട്ട് ക്യാപ്റ്റൻ വന്നിട്ട് സ്വീകരിക്കും പട്ടാളത്തിൻ്റെ. ശരി. എന്നിട്ട് രാജാവിൻ്റെ ആ മുറി അവിടെ ആയിരിക്കുന്നത്. ശരി. എന്നിട്ട് എനിക്കെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാൻ ജുബായും ഒക്കെ ഇട്ട്, ജുബായിരുന്നു, കോട്ടല്ല, ജുബായാണ് കേട്ടോ. ജുബായും ഒക്കെ ഇട്ട് 9 മണിയായപ്പോൾ അവിടെ ചെന്നു. സൂക്ഷ്മം 9 മണിയായപ്പോൾ ഗേറ്റ് തുറന്നു, കതവ് തുറന്നു. പട്ടാളത്തിൻ്റെ ക്യാപ്റ്റൻ വന്ന് സല്യൂട്ട് ചെയ്തു. എനിക്ക് ചിരി വന്നു.
ഞാൻ പട്ടാളത്തിലെ 3 വരക്കാരനായിരുന്നു. അവിടുത്തെ രാജാവിൻ്റെ ക്യാപ്റ്റൻ ഹവിൽദാർ വർഗീസിന് സല്യൂട്ട് ചെയ്യുന്നു. ഹവിൽദാർ വർഗീസ് ആയതുകൊണ്ടല്ല, പാണയത്ത് പാപ്പിസാറിൻ്റെ മകനായതുകൊണ്ടുമല്ല, പിന്നെന്താണ്, ഈ വേദപുസ്തകം കയ്യിൽ കൊണ്ടുനടന്നത് കാരണം. എന്നിട്ട് എൻ്റെയൊക്കെ പറഞ്ഞു, വെൽക്കം ടു ദ കിങ്ഡം ഓഫ് ടോങ്ക. താങ്ക് യു സർ. അദ്ദേഹം മുമ്പേ നടന്നു. അപ്പം എൻ്റെ പുറകിൽ 2 പട്ടാളക്കാരുണ്ട്, ഞാൻ ഇനി ഇടയ്ക്ക് നിൽക്കുവാണ്. അദ്ദേഹം മുമ്പേ നടന്നു. ഞാൻ പട്ടാളത്തിലൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് നടക്കാനറിയാം. അവിടെ ചെല്ലുന്നിടത്ത് ഓരോ ഇലക്ട്രിക് ലൈറ്റിൻ്റെയും കീഴിൽ, പകലാണ് ലൈറ്റിൻ്റെ പോസ്റ്റേ ഉള്ളൂ, ഇലക്ട്രിക് പോസ്റ്റേ ഉള്ളൂ, അതിൻ്റെ എല്ലാം കീഴിൽ ഓരോ പട്ടാളക്കാരൻ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ പട്ടാളത്തിലായതുകൊണ്ട് എനിക്കറിയാം, തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുക. പട്ടാളം വർഗീസ് നടന്നു പോയപ്പം ഓരോ പട്ടാളക്കാരനും സല്യൂട്ട്, ഞാനും സല്യൂട്ട് ചെയ്തു പോവാ. ആരാ? പട്ടാളം വർഗീസ്. പട്ടാളക്കാരനായതുകൊണ്ടല്ല, ഈ വേദപുസ്തകം കയ്യിലുണ്ടായിരുന്നതുകൊണ്ട്, യേശു എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നതുകൊണ്ട്, അവൻ്റെ അഭിഷേകം എൻ്റെ മേലുണ്ടായിരുന്നു. ഞാൻ അഹങ്കാരം പറയുകയല്ല, ഞാൻ നിങ്ങൾക്കൊരു വെല്ലുവിളി തരികയാണ്. വേദപുസ്തകം പറയുന്നു, അവൻ എന്നെ വീഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി, അവൻ എനിക്കവിടെ കഞ്ഞിയും പയറും തന്നു. അല്ല, അവൻ എന്നെ വീഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി, അവൻ എൻ്റെ മേൽ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിൻ്റെതായിരുന്നു. ആരുടെ സ്നേഹം? യഹോവയായ ദൈവത്തിൻ്റെ. എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാം, യവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അങ്ങോട്ട് ചെന്നു, പാലസിൻ്റെ രാജാവിരിക്കുന്ന മുറിയുടെ കഥ തുറന്നു. എൻ്റെയൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറി ഇരുന്നാട്ട് ഒരു രജിസ്റ്റർ തുറന്നു, ഒരു സ്വർണം കൊണ്ടുള്ള പേന തന്നു. ഇതുപോലത്തെ പേനയല്ല, സ്വർണം, റിയൽ സ്വർണം. പോക്കറ്റ് ഇടാൻ ആഗ്രഹം തോന്നിയോ എന്ന് ചിലർ എൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇല്ല, പണ്ടായിരുന്നെങ്കിൽ മുട്ടിച്ചനെയാണ്. എന്നിട്ട് എൻ്റെയൊക്കെ പറഞ്ഞു, ഇനി പറയുന്നത് കേട്ടാട്ടെ, ഇത് രാജാക്കന്മാർക്ക് വേണ്ടി മാത്രം ഒപ്പിടാനുള്ള രജിസ്റ്ററാണ്, ബാക്കിയുള്ളവർക്ക് വേറെ രജിസ്റ്ററാണ്, രാജാക്കന്മാർക്ക് മാത്രം. വർഗീസ് ഉപദേശിയും രാജാക്കന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാണ്ട്. ഞാൻ അഹങ്കാരം പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അല്ല അല്ല അല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു വെല്ലുവിളിയായിരിക്കട്ടെ. എന്നിട്ട് എൻ്റെയൊക്കെ പറഞ്ഞു, ഇതിനകത്ത് ഒരു പേജ് മുഴുവൻ എഴുതണം, ഒരു കോളമല്ല, ഒരു പേജ് മുഴുവൻ. ഞാൻ എഴുതി. അന്ന് ഡോക്ടറേറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ഇപ്പോഴും ഉള്ളതും കടലാസിലേ ഉള്ളൂ. പേന എടുത്തു എഴുതി, പാസ്റ്റർ PG വർഗീസ്, വലിയ അക്ഷരത്തിൽ അഡ്രസ്സ് എഴുതി, ഒപ്പിട്ടു. എന്നിട്ട് ആ ക്യാപ്റ്റൻ കതക് തുറന്നിട്ട് പറഞ്ഞു, ഹിസ് ഹൈനസ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. രാജാവ് തിരുമനസ്സുകൊണ്ട് കാത്തിരിക്കുന്നു. കതക് തുറന്നു. അയാളാ തുറന്നേ, ഞാനല്ല തുറന്നേ, ക്യാപ്റ്റൻ. പട്ടാളം വർഗീസ് അങ്ങോട്ട് നടന്നു കയറി ചെന്നു. 10ാം ക്ലാസ് പഠിച്ച പട്ടാളം വർഗീസ്. രാജാവ് ഇരിക്കുക. ലോകത്തിലെ ഏറ്റവും വണ്ണം കുറഞ്ഞ മനുഷ്യൻ അദ്ദേഹമാണ്. ഇത്രയും വണ്ണമേ ഉള്ളൂ. കുറച്ച് നാൾക്ക് മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിരുന്നു. വണ്ണം കുറയ്ക്കാൻ വന്നതാണ്. ഇവിടെ ഏതോ ഒരു ആയുർവേദ ക്ലിനിക്കൽ. അദ്ദേഹത്തിൻ്റെ മകൻ വന്നിരുന്നു. അദ്ദേഹം രാജാവ് പറഞ്ഞു, വെൽക്കം ടു ദ കിങ്ഡം ഓഫ് ടോങ്ക. ഇരുന്നാട്ടെ. അപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജാവ് ഇരിക്കുന്നതിൻ്റെ വലത്തും ഇടത്തും 2 കസേരയുണ്ട്, അവിടെ ഇരിക്കരുത്. നിങ്ങളിപ്പോഴും ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അതിഥികളുടെ വരുന്നതിൻ്റെ ഏതെങ്കിലും ഒരു കസേര കാണാമെങ്കിൽ കാണാം, ഇടത്തും വലത്തും 2 കസേരയുണ്ട്, അവിടെ പുസ്തകം വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാം? ആരും കയറി ഇരിക്കാതിരിക്കാൻ. അതിനകത്ത് ആർക്കായിരിക്കാൻ അവകാശം എന്നറിയാം? വേറൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിന്. അംബാസഡർ വരുമ്പോഴും അതിന് അപ്പുറത്തെ കസേരയിലായിരിക്കും. അപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, കയറി ഇരുന്ന് കളയരുത്, അദ്ദേഹം പറയുന്ന കസേരയിലിരിക്കണം. എൻ്റെയൊക്കെ പറഞ്ഞു, ഹാവ് യുവർ ഓണറബിൾ സീറ്റ്. ഇരുന്നാലും ഞാൻ അവിടെ നിന്നു. അദ്ദേഹം കസേര കാണിച്ചു തരണം. അപ്പുറത്തും ഇപ്പുറത്തും ബുക്ക് വെച്ചിരിക്കുക, പുസ്തകം വെച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ വലത്തുവശത്തിരുന്ന കസേരയിലെ പുസ്തകം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നാട്ടെ. എവിടെ? 10ാം ക്ലാസ് പഠിച്ച പട്ടാളം വർഗീസ് ദൈവത്തിൻ്റെ അംബാസഡറായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നതിനാൽ, അവൻ എൻ്റെ മേൽ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിൻ്റേതായിരുന്നാൽ, അല്പം അധികം വലിയവനായ ദൈവം അത്ഭുതങ്ങളുടെ ബഹളമാണ്. ഞാൻ അവിടെ ഇരുന്നു. എൻ്റെയൊക്കെ പറഞ്ഞു, നിങ്ങളെപ്പറ്റി കേട്ടു, നിങ്ങളുടെ അത്ഭുതങ്ങളുടെ താക്കോളെന്ന് പറഞ്ഞ് പുസ്തകം വായിച്ചു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജാക്കന്മാരുടെ ദേഹത്ത് കൈവെക്കാനൊക്കത്തില്ല.
ഒരു രാജാവിന് മാത്രമേ, ഒരു പ്രധാനമന്ത്രിക്ക് പോലും രാജാവിൻ്റെ പുറത്ത് കൈവെക്കാൻ പാടില്ല. എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അബദ്ധവശാലൊന്നും കയറി കൈ കൊടുത്ത് കളയരുത്. നിന്നുകൊണ്ട് പറയണം, യുവർ ഹൈനസ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, യുവർ ഹൈനസ് മേ ബി സീറ്റഡ്, ലെറ്റ് മീ സ്റ്റാൻഡ് ആൻഡ് പ്രേ ഫോർ യുവർ ഹൈനസ്. രാജാവിന് വേണ്ടി ഞാൻ എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കാം, രാജാവ് ഇരുന്നാൽ മതി. ഞാൻ അദ്ദേഹത്തിൻ്റെ അറിയാതെ തോളെ കൈവച്ചു. അദ്ദേഹം കൈ കയറി അങ്ങ് പിടിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇയാൾ പിടിച്ച് ജയിലിടത്തൊന്നുമില്ല, എങ്കിലും ഞാൻ പ്രോട്ടോക്കോൾ തെറ്റിച്ചു. അദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ചിട്ട് തലയെ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇംഗ്ലണ്ടിലെ റാണി ആസ്ട്രേലിയ ചെന്ന്, ഞാൻ കണ്ടതാ, വീഡിയോ കണ്ടതാ, ഞാനന്ന് ആസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ റാണി ആസ്ട്രേലിയയിൽ ചെന്നപ്പം, അവരുടെ രാജ്യമാണ്, അവരുടെ അധീനതയിലുള്ള രാജ്യമാണ് ആസ്ട്രേലിയ. ഇറങ്ങിപ്പോയപ്പോൾ പ്രധാനമന്ത്രി, ആസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി റാണിയുടെ പുറത്തിങ്ങനെ ഒന്ന് കൈവച്ചു. ലെറ്റ് us go. ഇംഗ്ലണ്ടിൽ നിന്ന് ആളുകൾ ശബ്ദമുണ്ടാക്കി, ഡോണ്ട് ടച്ച് അവർ ക്വീൻ, ടേക്ക് ഓഫ് യുവർ ഹാൻഡ്സ്. ഒരു പ്രധാനമന്ത്രിക്ക് റാണിയുടെ ശരീരത്തിൽ തൊടാൻ, പെണ്ണായതുകൊണ്ടല്ല, പട്ടാളം വർഗീസിന് രാജാവ് പിടിച്ച് തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, അല്പം അധികം ദൈവത്തിൻ്റെ കൃപ. അതാണ് ഞാൻ ഇന്ന് ചോദിക്കേണ്ടത്. പണമല്ല, കാരണം ഇതൊക്കെ വേണം, പക്ഷെ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ വേണം. ഹല്ലേലൂയ. അവനവിടെ ചെന്നു. 29-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയൊക്കെയും അവൻ കൂട്ടി വരുത്തി. അവൻ വിളിച്ചപ്പോൾ എല്ലാവരും വന്നെന്ന്. 40 വർഷം മുമ്പ് നാട് വിട്ട് പോയവനാ. 40 വർഷത്തിന് ശേഷം ആരെങ്കിലും വന്ന് വിളിച്ചാൽ എല്ലാവരും കൂടെ വരുമോ? വരും. ദൈവത്തിൻ്റെ വടി കയ്യിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വടി, ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വടി, അധികാരത്തിൻ്റെ വടി ഉണ്ടെങ്കിൽ. 31-ാമത്തെ വാക്യം, ജനം വിശ്വസിച്ചു. എന്താ കാര്യം? അവൻ്റെ നാവ് തടിച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ അർത്ഥത്തിൽ വിശ്വസിച്ചു. എന്താ കാര്യം? ദൈവത്തിൻ്റെ വടി. എൻ്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന വീഡിയോ കാണുന്നവരെ, ദൈവത്തിൻ്റെ വടി നിന്നോടുകൂടി ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അധികാരം നിന്നോടുകൂടി ഉണ്ടെങ്കിൽ നടക്കും. അവർ കുമ്പിട്ട് നമസ്കരിച്ചു. മോശയല്ല, ദൈവത്തെ. നിൻ്റെ കൂടെ എൻ്റെ കൂടെ ദൈവം ഉണ്ടായിരിക്കട്ടെ. 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, മോശയും അഹ്റോനും ചെന്ന് ഫറവോനോട്, എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എവിടുന്ന് കിട്ടി ഈ അധികാരം? വടി കാരണം, ദൈവത്തിൻ്റെ വടി കാരണം. എൻ്റെയും നിൻ്റെയും പക്കൽ ദൈവത്തിൻ്റെ വടിയുണ്ട് എങ്കിൽ അസാധ്യത്തെ സാധ്യമാക്കുന്നവനായ ദൈവം, അസാധ്യമായ കഴിവുകളെ തരുന്നവനായ ദൈവം നിൻ്റെ കൂടെ ഇരിക്കും. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കട്ടെ. എന്നാൽ യഹോവ മിസ്രൈമ്യർക്കും ഇസ്രായേലർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നുവെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കൾ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു പട്ടി പോലും, നായെന്ന് എഴുതിയിരിക്കുന്നത്, ഞാൻ പട്ടി എന്ന് പറയുകയാണ്, പട്ടി പോലും നാവ് അനക്കത്തില്ല. ശ്രദ്ധിച്ച് മനസ്സിലായോ? 30 ലക്ഷം ജനങ്ങൾ പോവുക. 30 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. നടന്നു പോകാൻ എത്ര മണിക്കൂറെടുക്കും? കുറഞ്ഞത് 2-3 മണിക്കൂറെടുക്കും, അല്ല അതിൽ കൂടുതലെടുക്കും. അവർ രാത്രി പോകണം, പകലല്ല രാത്രിയിൽ. എവിടുന്നാണ് പോകുന്നത്? മിസ്രൈമ്യരുടെ വീടിൻ്റെ അതിലേ കൂടെ. ഇവർ പോകുന്ന സമയത്ത് മിസ്രൈമിൻ്റെ ഒരു പട്ടി പോലും കുരയ്ക്കത്തില്ലെന്ന്. ദൈവത്തിന് വായടയ്ക്കാൻ അറിയാം, ദൈവത്തിന് തൻ്റെ മക്കളെ കൊണ്ട് വായ തുറപ്പിക്കാനും അറിയാം. എവരുടെ കൂടെ പശുക്കളുണ്ട്, കോഴിയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, പശുക്കളൊക്കെ നടന്നു പോകാമെങ്കിൽ അടുത്ത പട്ടികളൊക്കെ കുരയ്ക്കത്തില്ലയോ? അതിന് രാത്രിയിൽ. എവരുടെ കൂട്ടത്തിലും പട്ടികൾ കാണും. മനുഷ്യരല്ല ഞാൻ പറഞ്ഞ, പട്ടികൾ. എവരുടെ പട്ടിയൊക്കെ പോകണം, മറ്റേ പട്ടികളൊക്കെ ഉണ്ടായിരിക്കും. ദൈവം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വടി നിൻ്റെ കൂടെയുണ്ടെങ്കിൽ, ദൈവത്തിന് പട്ടികളെപ്പോലും നിശബ്ദരാക്കുവാൻ കഴിയും. ഇത് മഹാത്ഭുതമാണ്. ദൈവത്തിൻ്റെ വടിയുണ്ടെങ്കിൽ, ഉണക്ക വടിയുണ്ടെങ്കിൽ, ബലമില്ലാത്ത വടിയുണ്ടെങ്കിൽ, വിലയില്ലാത്ത വടിയുണ്ടെങ്കിൽ, കാണാൻ കൊള്ളാത്ത വടിയുണ്ടെങ്കിൽ,
ഹല്ലേലൂയ, മഹാത്ഭുതം നടക്കും. രണ്ടാമത്തെ ഒരു ഉദാഹരണം എടുക്കുകയാണ്. യോശുവ അടിമയായിട്ട് ജനിച്ചവനാണ്. 40 വർഷം മസ്രൈമിലേറെ നാൾ അടിമയായിട്ട് പാർത്തവനാണ്. എന്തുമാത്രം പ്രായം ഉണ്ടായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ നിന്ന് വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് ഇവിടെ മോശയുടെ വേലക്കാരനായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ വലിയ ഉപദേശയുടെ ചെരുപ്പൊക്കെ തുടയ്ക്കുകയാണ്. വലിയ ഉപദേശിയുടെ അടിവസ്ത്രമൊക്കെ കഴുകി കൊടുത്തു കാണും. ഞാനിന്ന് രാവിലെ പറഞ്ഞു, ഒരു ദൈവദാസൻ്റെ കൂടെ പോകുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രമൊക്കെ കഴുകി കൊടുക്കാൻ ഒത്താൽ ഒരു വലിയ ഭാഗ്യമാണ്. അവരുടെ ഷൂസ് തുടയ്ക്കാൻ ഭാഗ്യം കിട്ടിയാൽ മഹാഭാഗ്യമാണ്. മക്കളെ പഠിപ്പിക്കണം. എൻ്റെ വീട്ടിൽ വലിയ ദൈവദാസന്മാർ വരുമ്പം, വലുതെന്ന് പറഞ്ഞാൽ പണമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അവർ വരുമ്പോൾ ഞാൻ അവരുടെ കാല് കഴുകും. എൻ്റെ മക്കൾ കാണുകയാണ് കഴുകുന്നത്. അവർക്കൊരു ക്ലാസ്സാണ്, നിങ്ങളിത് ചെയ്യണം. നിങ്ങളുടെ മക്കളെ കൊണ്ട് പഠിക്കും. ആണ്ട്രാ, ഒരു ദൈവദാസൻ കയറി വരുന്നു, ഓടിപ്പോയിട്ട് പെട്ടി എടുത്തുകൊണ്ട് വാടാ. എടാ, അദ്ദേഹം പോകുമ്പം കാറ് തുറന്നു കൊടുക്കടാ, കാറിൻ്റെ ഡോറ് കതവ് തുറന്നു കൊടുത്താട്ട്. ഇതൊക്കെ മക്കളെ പഠിപ്പിക്കണം. ആര് പഠിപ്പിക്കണം? അപ്പനും അമ്മയും പഠിപ്പിക്കണം. എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ചു, ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. നിങ്ങളും പഠിപ്പിക്കണം. അവൻ അടിവസ്ത്രമൊക്കെ കഴുകി ഈ യോശുവ മോശയുടെ കൂടെ നടന്നു. എന്നാൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിച്ചോട്ടെ. എവിടെ? യോശുവ 1:1. യോശുവയുടെ പുസ്തകം എവിടെയാണെന്നറിയാം? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂൻ്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായി യോശുവയോട് അരുളി ചെയ്തത്, അയാൾ കസേര പിടിച്ച് കയറിയിരുന്നതല്ല. ചില സംഘടനയിലൊക്കെ അങ്ങനെ ബഹളം ഉണ്ടാക്കും, ഇലക്ഷന് ബഹളം ഉണ്ടാക്കും. ഞാനായിരിക്കണം അടുത്ത മെത്രാപ്പോലീത്ത, ഞാനായിരിക്കണം അടുത്ത സെൻട്രൽ പാസ്റ്റർ, ഞാനായിരിക്കണം അടുത്ത പ്രസിഡൻറ്റ്. ഇന്ന് വരെ ഞങ്ങളുടെ സംഘടന ഉണ്ടായിട്ട് വർഷങ്ങൾ 50-ലധികമായി. ഇന്ന് വരെ അധികാരത്തിന് വേണ്ടി ഒരു മത്സരം നടന്നിട്ടില്ല. ഇന്ന് വരെ നടന്നിട്ടില്ല. ഞാൻ ആളുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു 50-60, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു 50-60 വർഷത്തേക്ക് ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജീവിതശൈലി അങ്ങനെയാണ്. നിങ്ങളുടെ മക്കളെയും പഠിപ്പിക്കണം. ഞാൻ ഇംഗ്ലീഷിൽ പറയട്ടെ, എന്നിട്ട് മലയാളത്തിൽ പറയാൻ ശ്രമിക്കാം. എ റിയൽ സെർവൻറ്റ് ഓഫ് ഗാഡ് വിൽ നോട്ട് ചേസ് ദ ചെയർ. ദ ചെയർ വിൽ ചേസ് എ റിയൽ സെർവൻറ്റ് ഓഫ് ഗാഡ്. ഒരു യഥാർത്ഥ ദൈവദാസൻ കസേരയുടെ പുറകെ പോകത്തില്ല, കസേര അവൻ്റെ പുറകെ വരും. പറഞ്ഞു, മോശ മരിച്ചു, അവൻ്റെ ദൈവം അവനെ ലീഡറാക്കി. 2, 3, 4 വാക്യങ്ങൾ, 2, 3, 5, 7, 8 വാക്യങ്ങൾ. 5ആണ് പ്രധാനം. എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. 5, നിൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. വീട്ടിൽ പോയിട്ട് വായിക്കണം ബാക്കിയൂടെ. അവൻ എന്തോ കൊടുത്തു, ഒരു വടിയൊന്നും കൊടുത്തില്ല. മോശയുടെ വടി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞില്ല. ഇന്നങ്ങനെയാണ് ചിലർ. ഞങ്ങളുടെ വലിയ പാസ്റ്റർ ജുബ്ബായായിട്ടെ, അതുകൊണ്ട് ഞാനും ജുബ്ബായ ഇടത്തുള്ളൂ. ഞങ്ങളുടെ വലിയ പാസ്റ്റർക്ക് താടിയുണ്ടായിരുന്നു, ഞങ്ങൾക്കും താടി വേണം. വെച്ചോ. എൻ്റെ സംഘടനയിലും ആളുകൾ ജുബ്ബ ഇടാൻ തുടങ്ങിയായിരുന്നു. ഞാൻ ജുബ്ബ തയ്പ്പിക്കുന്നവർ ഞാൻ പറഞ്ഞു തെറ്റാ. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ഇട്ടു, പക്ഷേ വലിയ പാസ്റ്റർ ഇട്ടുകൊണ്ട് നിങ്ങളിടരുത്. ജുബ്ബായ്ക്കകത്ത് അധികാരം വരുമായിരുന്നെങ്കിൽ എല്ലാ ജുബ്ബായിട്ടുണ്ടാക്കുന്നവർക്ക് എല്ലാവർക്കും അധികാരം വരത്തില്ലായിരുന്നു. ജുബ്ബായല്ല അനുഗ്രഹം തരുന്നത്, വടിയല്ല അനുഗ്രഹം തരുന്നത്, കസേരയല്ല അനുഗ്രഹം തരുന്നത്. അവൻ്റെ സാന്നിധ്യമാണ്, അവൻ്റെ അനോയിൻറ്റിംഗ് ആണ്. ഹല്ലേലൂയ. അവൻ പറഞ്ഞ്, മോശയോട് ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ വാഗ്ദത്തം അവൻ്റെ അകത്തുണ്ടായിരുന്നു. 1, വടി, ദൈവത്തിൻ്റെ വടി. 2, ദൈവത്തിൻ്റെ വാഗ്ദത്തം. എനിക്കും നിനക്കും ആവശ്യം ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നിനക്ക് ജീവിക്കുവാൻ, നിനക്ക് പഠിക്കുവാൻ, നിൻ്റെ മക്കൾക്ക് ഫീസ് കൊടുക്കുവാൻ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ. അവൻ ആരാണ്? എക്സ് അടിമയാണ്. കഴിഞ്ഞ കാലത്ത് അടിമയായിരുന്നു, പിന്നെ ഒരു വേലക്കാരനായി. പക്ഷേ ബാല്യക്കാരൻ, എക്സ് അടിമ, അധികം വാഗ്ദത്തം, നിയോഗം കിട്ടി, കമ്മീഷൻ കിട്ടി. നിങ്ങളുടെ പശ്ചാത്തലം എന്തായിരുന്നാലും വേണ്ടിയില്ല. ചറ്റപ്പരയിൽ പറന്നതാകാം, കാശിന് കൊള്ളാത്തതാകാം, നിങ്ങളുടെ അമ്മ ദുഷ്പേരുണ്ടാക്കിയ സ്ത്രീ ആയിരിക്കാം, നിങ്ങളുടെ അപ്പൻ തൂങ്ങിച്ചത്തതാകാം,
നിങ്ങളുടെ അപ്പൻ ജയിലിൽ പോയതാകാം. പക്ഷെ ദൈവം കൂടെയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? നിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 6-ാം അധ്യായം. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ യോദ്ധാക്കളായി എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 4-ാമത്തെ വാക്യം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പിട്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിൻ്റെ മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. 20-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. 20-ാമത്തെ വാക്യം. കർത്താവേ, 19-20. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്നു പട്ടണം പിടിച്ചു. കഥ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് വേഗത്തിൽ പോവുകയാണ്. ഭയങ്കര പട്ടണമാണ്. ചരിത്രകാരന്മാർ പറയുന്നത്, നിങ്ങളിപ്പോഴും അവിടെ പോകാമെങ്കിൽ നിങ്ങൾക്ക് ആ മതിൽ കാണാം. മതിലവിടെ ഇല്ല, മതിലങ്ങ് ഇടിഞ്ഞ് താന്നുപോയി. ഭൂമി പിളർന്ന് ഭൂമിക്കകത്തോട്ട് താന്നുപോയി. പോയി കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ 6 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഒരിക്കലൂടെ പോകാൻ ക്ഷണമുണ്ട്. ഞാൻ പോകുന്നില്ല കേട്ടോ, മതിയായി. വിദേശ യാത്ര നിർത്തിവെച്ചു. ഒരു യാത്രയുടെ ഉള്ളൂ ഈ വർഷത്തിൽ, ഇനിയും പോകുന്നില്ല. ഇന്ത്യ മുഴുവൻ ഓടി നടക്കാൻ പോവുകയാണ്. അപ്പോൾ 30 ലക്ഷം ജനം പോവാണ്. 30 ലക്ഷം ജനം. അവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയ പട്ടണം പറയുന്നത്. ചരിത്രകാരന്മാർ പറയുന്നേ, അതിൻ്റെ മുകളിലൂടെ ഒരു രഥം ഓടിക്കാമായിരുന്നു. മതിലിൻ്റെ മുകളിലൂടെ ഒരു രഥം ഓടിക്കാം. അത്രയ്ക്ക് വലിയ മതിൽ. ഇതിനകത്ത് കയറാൻ ഒക്കത്തില്ല. ദൈവം എന്തോ പറഞ്ഞു, യോശുവ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം. നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തുമില്ല. ഒരു വാഗ്ദത്തം അവൻ ജനത്തോട് പറഞ്ഞു. അതുകൊണ്ട് ദൈവം പറഞ്ഞതുപോലെ നാളെ നാം ഈ പട്ടണത്തിന് ചുറ്റും ഒന്ന് നടക്കാൻ പോവാണ്. 1-ാമത്തെ പ്രാവശ്യം ആരും മിണ്ടരുത്. വലിയ അത്ഭുതം. 30 ലക്ഷം ജനങ്ങൾ മിണ്ടാതെ നടന്നു. നിങ്ങളാന്ന് കിടക്കുന്നു പറയും, ഇത്രയും വലിയ മതിൽ താഴെ എന്തെങ്കിലും ഒന്ന് പറയത്തില്ലയോ? എന്താ കാര്യം? ദൈവത്തിൻ്റെ വചനം അവൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നുകൊണ്ട്. ചെറിയൊരു മനുഷ്യൻ, അധികം ദൈവത്തിൻ്റെ വചനം. അത്ഭുതം നടക്കുകയാണ്. 1, 2, 3, 4, 5. 7-ാമത്തെ ദിവസം എല്ലാവരും കൂടെ നടക്കുകയാണ്. എന്നിട്ട് ദൈവം പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടെ നടക്കുമ്പോൾ പുരോഹിതന്മാർ 7 പേര് കാഹളമെടുത്ത് ഊതണം. സാധാരണ മനുഷ്യൻ, സാധാരണ ആടിൻ്റെ, ഇത് ആടിൻ്റെ അല്ല, ഇത് അവിടുത്തെ വേറൊരു മൃഗത്തിൻ്റെയാണ്. ആടിൻ്റെ കൊമ്പ് ഇത്രയേ ഉള്ളൂ, മതി. ഇത്രയുമുള്ള കൊമ്പ്, അധികം ദൈവത്തിൻ്റെ വചനം, മതിൽ താഴെ വീഴും. എത്ര വലിയ മതിലാണെങ്കിലും അല്പം അധികം യഹോവയായ ദൈവം സമം മഹാത്ഭുതം. ഹല്ലേലൂയ. ആരും ചോദ്യം ചോദിച്ചില്ല. സാധാരണ മനുഷ്യനും ദൈവത്തിന് നിയോഗം ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ, എനിക്കും നിനക്കും ആശയ്ക്ക് വകയുണ്ട്. നിങ്ങൾ സാധാരണ മനുഷ്യനാണോ? കഴിവില്ലാത്ത മനുഷ്യനാണോ? അധികം പഠിച്ചിട്ടില്ലാത്ത മനുഷ്യനാണോ? കുറച്ച് കഴിവേ ഉള്ളോ? ദൈവം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നിനക്കും എനിക്കും ആശയ്ക്ക് വകയുണ്ട്. ദൈവം എൻ്റെ ഹൃദയത്തിനകത്തൊരു ഭാരം തന്നു. കന്യാകുമാരിയിൽ നിന്ന് യാത്ര ചെയ്യണം. കാശ്മീരിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്തുള്ള പട്ടണത്തിൽ ലഡാക്ക്, അവിടെ വരെ യാത്ര ചെയ്യണം. മാർച്ച് മാസം 1-ാം തീയതി പോവുക. ആരെയും കൂടെ കൊണ്ടുപോകത്തില്ല. വേറെ 5 പേരുണ്ട് എൻ്റെ കൂടെ, ലീലയുടെയും കൂടെ. ഓരോ 50 കിലോമീറ്ററും കഴിയുമ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് എൻ്റെ കയ്യിലുള്ള മൈക്ക് എടുത്തിട്ട് സുവിശേഷം പ്രസംഗിക്കും. കന്യാകുമാരിയും തുടങ്ങി ഓരോ 50 കിലോമീറ്ററും. ഈ പുസ്തകം അതാത് ഭാഷയിൽ, തമിഴ്നാട്ടിൽ തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക്, മറാഠി, ഹിന്ദി, പഞ്ചാബി, കാശ്മീരിലെ ഉറുദു. ഒരു സാധാരണക്കാരൻ മനുഷ്യൻ, അധികം ദൈവത്തിൻ്റെ വാഗ്ദത്തം മഹാത്ഭുതമായിരിക്കും. നിങ്ങളെൻ്റെ അടുത്ത മാസം, മെയ് മാസത്തിലെ അല്ലെങ്കിൽ ജൂൺ മാസത്തിലെ എൻ്റെ മാസികക്കകത്ത് നിങ്ങൾ വായിക്കും,
വർഗീസ് കാശ്മീരിൽ നിന്ന് യാത്ര തുടങ്ങി, വണ്ടിയും കെട്ടി, പുസ്തകവും അച്ചടിച്ചു, ഹല്ലേലൂയ, എല്ലാം വിതരണം ചെയ്ത് റോഡിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു പോയി. ഞാനീ പറഞ്ഞത് ഞാൻ ചെയ്തു എന്നല്ല, എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് നിങ്ങളുടെയും ദൈവം, മോശയുടെ ദൈവം, സാധാരണക്കാരൻ അധികം. ഹല്ലേലൂയ. മാത്രമോ തീർന്നില്ല, ഇനിയുണ്ട് കേട്ടോ. സൂര്യനും ചന്ദ്രനൊക്കെ നിൽക്കാൻ പറഞ്ഞപ്പോൾ നിന്നു. വേറെ ആരെങ്കിലും പറഞ്ഞാൽ നിൽക്കുമോ? നാളെ പോയി പറഞ്ഞു നോക്കണം, രാവിലെ നേരം വെളുക്കുമോ കേട്ടോ. സൂര്യ നെല്ല, ചന്ദ്ര നെല്ല്. നിങ്ങൾ നിൽക്കുന്നതല്ല, ഇത് രണ്ടും നിൽക്കത്തില്ല. കാരണം അവന് മാത്രമേ ആ പ്രോമിസ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്കും നിനക്കും പ്രോമിസ് ഇല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രോമിസ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, കൊച്ചു മനുഷ്യ, കൊച്ചു സ്ത്രീ, പെൺകൊച്ച്, ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അവസരം തരും. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവഭക്തനായിരുന്നു, നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ നിൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കടം വാങ്ങിക്കരുത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടം വാങ്ങിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? ആരെങ്കിലും ഒന്ന് പറയാം. എന്താ കാര്യം? പഠിത്തം കൂടുതലായതാണ്. ഞാൻ ഇന്ന് വരെ കടം വാങ്ങിച്ചിട്ടില്ല. എൻ്റെ വേദപുസ്തകം പറയുന്നുണ്ട് കടം വാങ്ങിക്കരുത്. ഇന്ന് വരെ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കത്തില്ല. എൻ്റെ കുഞ്ഞ് ബോധം കെട്ട് വീഴുന്നത് ഞാൻ 3 പ്രാവശ്യം കണ്ടു. വീട്ടിൽ അരിമണിയില്ല എന്നിട്ട്. പാലുകാരൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ തരും, വാങ്ങിച്ചിട്ടില്ല. ഞാനൊരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുമ്പോൾ സിമെൻ്റ് ഇടുക, മേളിൽ കോൺക്രീറ്റ് സ്ലാബ് ഇടുന്നെന്ന് പറയും, ഇല്ലയോ? ഇവിടെ എന്തോ പറയുന്നത്, റൂഫോ ആണ്ട് പറയും. നടുക്ക് വന്നപ്പോൾ മേശിരി പറയുക, പാതിരി സാബ്, ഉപദേശി, 1 ചട്ടി സിമെൻ്റ് കൂടെ വേണം. ചട്ടി എന്നാന്ന് പറയുന്നത് ഇവിടെ? 1 ചട്ടി സിമെൻ്റ് കൂടെ. എഞ്ചിനീയറെ പറ, ചട്ടി എന്നല്ലേ പറയുന്നേ? അതെ, സിവിൽ എഞ്ചിനീയറാ. 1 ചട്ടി സിമെൻ്റ് കൂടെ വേണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൈസ ഇല്ല, പണി നിർത്തിയാരെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വയസ്സനായ മേശരി അയാളുടെ കയ്യിലിരിക്കുന്ന കരണ്ടി എടുത്തിട്ട് ഒരൊറ്റ ഏറെറിഞ്ഞു. ഞാൻ കണ്ടു അത് ചെന്ന് ഭൂമിയിൽ തറച്ചവിടെ ഇരിക്കുന്നത്. എന്നിട്ട് പറയുക, ഈ മണ്ടനായ ഉപദേശിയുടെ കൂടെ ജോലി ചെയ്യാനുള്ള ഗതികേടുണ്ടായല്ലോ. കാരണം ഇത് പിന്നെ അടുത്ത ദിവസം കൂട്ടിച്ചേർക്കാനൊക്കത്തില്ല, വെള്ളം ചോരും. എന്തൊക്കെ പറയും, ചേർക്കാനൊക്കത്തില്ല, ഇന്ന് പണിയണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൈസ തീർന്നു. സത്യം, കള്ളം പറയല്ല, കള്ളം പറയത്തില്ല, PG പരീക്ഷ കള്ളം പറയത്തില്ല. എൻ്റെ പുറകിൽ സിമെൻറ്റിൻ്റെ കടക്കാരൻ നിന്നുകൊണ്ട് പറയാം, ഒരൊറ്റ വാക്ക്, ഹിന്ദിയിലെ വാക്കാണ്, ഒരൊറ്റ വാക്ക് പറയാമെങ്കിൽ ഞാൻ 1 ട്രക്ക് സിമെൻറ്റ് ഇറക്കിത്തരാം. ഞാൻ പറഞ്ഞു, ഞാൻ കടം വാങ്ങിച്ചിട്ടില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നിർത്തി, പണി നിർത്തി. അന്നേരം ഒരുത്തൻ നാണ്ട്ര 1 ചാക്ക് സിമെൻറ്റും തലയെ വെച്ചുകൊണ്ട് വരുന്നു, നിർത്തല്ലേ നിർത്തല്ലേ, ഈ സിമെൻറ്റ് കൂടെ വാങ്ങിക്കണേ. കടം വാങ്ങിച്ചില്ല. നിങ്ങൾ കടം വാങ്ങിച്ചാൽ ജീവിതകാലം മുഴുവൻ കടം വാങ്ങിക്കും. തെളിവ് എഴുതിത്തരാം. ഒരു കടമുള്ള, ഒരു 12 ലക്ഷം രൂപ കടമുള്ള ഒരാളിന്, ഒരാൾ 12 ലക്ഷം രൂപ കൊടുത്തെന്ന് വിചാരിച്ചു. അയാൾ കടമെല്ലാം വെട്ടി 3 മാസത്തിനകത്ത് അയാൾ വീണ്ടും കടക്കാരനാവും. അതൊരു ദുഷ്ടാത്മാവാണ്. കടം വാങ്ങിക്കാതെ ഇരുന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. വിശ്വാസി കടം വാങ്ങിക്കാൻ വേദപുസ്തകത്തിനകത്ത് വാക്യം ഞാൻ കാണുന്നില്ല. അങ്ങനെ കടം വാങ്ങിച്ചു, അവൾ കഷ്ടത്തിലായി. എന്നിട്ട് പറഞ്ഞു, ദൈവദാസൻ്റെ ഒക്കെ വന്നു, നിൻ്റെയും ജീവിതത്തിനകത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരുടെയൊക്കെ പോകണം? ദൈവത്തിൻ്റെ അടുക്കൽ. അന്നത്തെ കാലത്ത് പ്രവാചകൻ്റെ അടുക്ക പോകുന്നു. പുതിയ നിയമത്തിൽ നാം പ്രവാചകന്മാരെ അന്വേഷിച്ച് പോകുകയല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഒക്കെ പോകണം. നിൻ്റെ പ്രശ്നവുമായിട്ട് നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകണം. അവൻ പോയി ഒരു സ്ത്രീ വന്നു, ദൈവത്തിൻ്റെ ദാസൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞ്, എൻ്റെ 2 മക്കളെ അടിമകളായിട്ട് പിടിക്കാനായിട്ട് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കടഭാരത്തിലാണോ? എടുത്താൽ പൊങ്ങാത്ത കടഭാരത്തിലാണോ? നിങ്ങൾക്ക് ആശയ്ക്ക് വകയുണ്ട്. അയ്യോ വർഗീശ്വരരെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കടഭാരം അങ്ങ് മാറട്ടെ. ഞാൻ പ്രാർത്ഥിച്ച കാര്യം നടക്കുമായിരുന്നെങ്കിൽ ഈ ബാങ്കിലെ ജപ്തി ചെയ്യുന്നവരുടെ എല്ലാവരുടെയും വീട്ടിൽ ചെന്നങ്ങ് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. പിന്നെ അവർ തരുന്ന 100 രൂപയും വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതിയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചാൽ ഒക്കത്തില്ല. നീ കഠിനാധ്വാനം ചെയ്യണം. നീ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് അവരുടെ അങ്ങനെ പറഞ്ഞ്, നീ വീട്ടിൽ പോയിക്കോ, ഞാൻ 1 കിലോ സ്വർണം നിൻ്റെ വീട്ടിൽ കൊണ്ടിട്ട് തരാം, 1 കട്ടി രൂപ ഇട്ട് തരാം. അങ്ങനെയല്ല, നീ വീട്ടിൽ ചെന്നിട്ട് എണ്ണ വിറ്റ് ലാഭം ഉണ്ടാക്കണം. മനസ്സിലായോ? എണ്ണ വിറ്റ് ബിസിനസ് എന്തെങ്കിലും ചെയ്തിട്ട്. ഹല്ലേലൂയ. അവർക്ക് ചോദിച്ചു, 2-ാമത്തെ വാക്യം,
എലീശാവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, നിൻ്റെ വീട്ടിൽ എന്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിൻ്റെ പ്രശ്നം പറഞ്ഞു, പരിഹാരം പറഞ്ഞില്ല. നീ ദൈവത്തിൻ്റെ ഒക്കെ ചെന്നിട്ട് നിൻ്റെ പ്രശ്നം മാത്രം പറഞ്ഞാൽ പോരെ, എന്ത് വേണമെന്നൂടെ പറയണം. അധികം പേരും ഇത് പറയുന്നില്ല. കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ മോക്ക് 32 വയസ്സായി. ദൈവത്തിന് അറിഞ്ഞുകൂടാ കേട്ടോ, അതുകൊണ്ട് പറയാം. ദൈവത്തിന് 32 വയസ്സായി, കല്യാണം നടന്നിട്ടില്ല. എന്തോ വേണം പറ. കല്യാണം നടക്കണം. എങ്ങനത്തെ ചെറുക്കനുമായിട്ട് നടക്കണം? ആരെങ്കിലും മതിയോ? ആരെങ്കിലും മതിയോ? നിൻ്റെ കുടുംബത്തിന് ചേരണം, അവൻ്റെ ശരീരത്തിന് ചേരണം, അവരുടെ ശരീരത്തിന് ചേരണം, അവരുടെ വിദ്യാഭ്യാസത്തിന് ചേരണം, അവരുടെ സ്വഭാവത്തിന് ചേരണം. ചില സഹോദരിമാരൊക്കെ എനിക്ക് ഫോൺ ചെയ്യും രാത്രി വൈകുന്നേരം 6 മുതൽ 8 വരെ. ഞാൻ ഫോൺ എടുക്കും. ഫോൺ ചെയ്തിട്ട് പറയും, എൻ്റെ മോൻ കഞ്ചാവ് അടിക്കുക, ഒന്ന് പ്രാർത്ഥിക്കണം, രക്ഷിക്കപ്പെട്ട നല്ല കുടുംബത്തിൽ നിന്ന് നല്ലൊരു പെണ്ണ് കിട്ടും. ഞാൻ പ്രാർത്ഥിക്കത്തില്ല, അവൾക്ക് കഷ്ടകാലം വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ ചെറുക്കൻ കഞ്ചാവ് അടിക്കുന്നവനാണ്, കഞ്ചാവ് അടിക്കുന്ന ഒരു ഭാര്യയെ കൊടുക്കണമേ. അല്ല, എന്തോ വേണം പറ. ഞാൻ എന്ത് ചെയ്യണം പറയണം. നിൻ്റെ ആവശ്യം പറയണം. എന്താണ് നിൻ്റെ ആവശ്യം? നിനക്ക് എന്താണ് ആവശ്യം? പറക. മുമ്പോട്ട് പോയെങ്കിലേ ഒക്കത്തുള്ളൂ. നിനക്ക് നിൻ്റെ വീട്ടിൽ എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഉപദേശിക്ക് വീട്ടിലെന്തോ ഉണ്ടെന്ന് അറിയണ്ടേ? എടാ, കടം കയറിയിട്ട് അങ്ങോട്ട് വന്നേ. എന്തോ പറഞ്ഞു? 1 ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്നവൾ പറഞ്ഞു. എൻ്റെ വീട്ടിൽ 1 ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ. 1 ഭരണി എണ്ണ. ഇതായിരിക്കും, ഇത് പറഞ്ഞ 1 ഭരണി ആയിരിക്കും. ആ ഭരണിക്കകത്ത് എണ്ണയുണ്ട്. പറഞ്ഞു 1 ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ. ഉപദേശിക്ക് അറിയാമായിരുന്നു എന്തോ ഉണ്ടെന്ന്. വിവേചനപരമുള്ള ഉപദേശിയായിരുന്നു, എന്നെപ്പോലല്ല. എനിക്കങ്ങനെ വിവേചനപരമൊന്നുമില്ല, പ്രസംഗിക്കാനേ അറിയത്തുള്ളൂ. 1 ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അല്പം എണ്ണ, അധികം ദൈവം. അല്പം എണ്ണ, അധികം എൽ ഷദായി. എൽ ഷദായി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എൻ്റെ അത്ഭുതങ്ങളുടെ താക്കോലിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ആവശ്യത്തെക്കാൾ വലിയവൻ. അങ്ങനെയല്ല വാക്കിൻ്റെ അർത്ഥം. കുഞ്ഞിന് പാല് കൊടുക്കുന്ന, മുല കൊടുക്കുന്നതായിട്ടുള്ളൊരു കുഞ്ഞിൻ്റെ അമ്മയുടെ മാറിടം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ളതെല്ലാം അമ്മയുടെ മാറിടത്തിലുണ്ട്. ചൂടുണ്ട്, വെള്ളമുണ്ട്, പോഷകാംശങ്ങളുണ്ട്, സുരക്ഷിതത്വമുണ്ട്. എൻ്റെ ദൈവം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ ഇതെല്ലാം നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ ആവശ്യം അധികം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോവാണ്. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു അവിടെ ചെന്നാട്ടെ. മൂന്നാമത്തെ വാക്യം. അതിനവൻ, നീ ചെന്ന നിൻ്റെ അയൽക്കാരോടൊക്കെയും ചെറുപാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. നിങ്ങളെൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്, 2 സ്ത്രീകൾ. അതിനകത്ത് ഞാനിത് വിശദീകരിച്ചിട്ടുണ്ട്. നിൻ്റെ വിശ്വാസം ചെറുതായിരിക്കരുത്. നിൻ്റെ മക്കളുടെ വിശ്വാസം ചെറുതായിരിക്കരുത്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊരു സ്വപ്നം കൊടുക്കണം. ആ സ്വപ്നം വലുതായിരിക്കണം. എൻ്റെ പപ്പ സ്വപ്നം കാണുന്ന ഓർത്തഡോക്സുകാരനായിരുന്നു. വെറുതെ സ്വപ്നം കാണുന്നതല്ല, വിശ്വാസം. പപ്പ ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. പപ്പ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ദോഷം വരത്തില്ല, ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ മക്കൾക്കും ആ വിശ്വാസം കൊടുക്കണം. പലരും പറയുന്നത്, എന്താ ചെയ്യാനാ, നമ്മളൊരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു പോയി, അതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ പഠിക്കാനൊക്കത്തുള്ളൂ, നിങ്ങൾ BSc നേഴ്സിങ്ങിനൊന്നും നോക്കണ്ടാകട്ടെ ചെറുതായി. ഇല്ല, ചെറുപ്പം മുതലേ അവർക്ക് വലിയ വിശ്വാസം കൊടുക്കണം. എൻ്റെ ദൈവം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് വാലല്ല തലയായി തീരാനൊക്കെ. ആ ഒരു സാധാരണ നേഴ്സിംഗ് അല്ല, പിന്നെ നിനക്കൊരു BSc നേഴ്സായി തീരുവാൻ കഴിയും. ഒരു സാധാരണ ഡോക്ടറല്ല, നിനക്കൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായി തീരുവാൻ കഴിയും. നീ ഒരു സാധാരണ എഞ്ചിനീയർ അല്ല, നിനക്കൊരു PhD ഉള്ള ഒരു എഞ്ചിനീയറായി തീരുവാൻ കഴിയും. നീ ഒരു സാധാരണ സയൻറ്റിസ്റ്റ് അല്ല, പിന്നെ ദൈവം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ, എൽ ഷദായി നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നീ ഒരു സ്പേസിനകത്ത് സയൻറ്റിസ്റ്റായിട്ട് മാറുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ ഒരിക്കൽ അമേരിക്കയിലെ എയർപോർട്ടിൽ നിൽക്കുകയാണ് എൻ്റെ ഭാര്യയുടെ കൂടെ, അന്നത്തെ ഭാര്യയുടെ കൂടെ. ഞങ്ങൾ 2 പേരും കൂടെ അവിടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്ന സമയത്താണ്, അവിടെ അമേരിക്കയിലെ എയർപോർട്ടൊക്കെ വളരെ വലുതാണ്. അപ്പം പൈലറ്റുമാർ കയറിപ്പോന്നു, എയർ ഹോസ്റ്റസ്മാർ കയറിപ്പോന്നു, ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി കയറ്റുണ്ട്. 1 2 3 4 5 6 40 43 അപ്പുറത്തേത്, പിന്നെ അതിനപ്പുറത്തേത്, ഇങ്ങനെ പോവുക. ഞാൻ എൻ്റെ അന്നത്തെ ഭാര്യയുടെ കൂടെ, അന്നത്തെ ഭാര്യ ഇപ്പോഴത്തെയും ഭാര്യ കേട്ടോ, മാറ്റത്തില്ല. ഞാൻ തിരുവനന്തപുരത്തുകാരനല്ലേലും തിരുവനന്തപുരത്തുകാരൻ്റെ അതേ സ്വഭാവം ഭാര്യയെ മാറ്റിയെടുക്കത്തില്ല. ഒരിക്കൽ കല്യാണം കഴിച്ചു, കയ്യെ പിടിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ഞാൻ നിന്നെ നോക്കിക്കോളാമെന്ന്. നോക്കിയിട്ടുണ്ട്, ഇന്ന് വരെ നോക്കിയിട്ടുണ്ട്. ഇന്നും രാവിലെ ഫോണിനകത്ത് കണ്ട് സംസാരിച്ചു. നോക്കിയോളാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുടുംബത്തിൽ വലിയ ആളുകളുണ്ട്, എല്ലാവരുടെയും കുടുംബത്തിൽ വലിയ ആളുകളുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ കുടുംബത്തിൽ പാവപ്പെട്ടവരുമുണ്ട്. പക്ഷെ നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു പൈലറ്റില്ല. പ്രാർത്ഥിക്കാം. എയർപോർട്ടിൽ
ആളുകളെല്ലാം നോക്കി. എനിക്ക് എവിടെ നിന്നും പ്രാർത്ഥിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ചന്തയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമാണ്, റോഡിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമാണ്, ട്രെയിനിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമാണ്, ബസ്സിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. എവിടെ നിന്നാണോ അവിടെ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവിടെ കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ പ്രാർത്ഥിച്ചത് ഞാൻ മറന്നുപോയി. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ലീഡർ കുടുംബത്തിൽ ഒരു പൈലറ്റില്ല. സ്വർഗസ്ഥനായ ദൈവമേ സഹായിച്ചിട്ട് എൻ്റെ കുടുംബത്തിൽ പൈലറ്റ് ഉണ്ടാവട്ടെ. 6ാമത്തെ മാസത്തിൽ എൻ്റെ മരുമോന് പൈലറ്റ് ലൈസൻസ് കിട്ടി. അവൻ പൈലറ്റല്ല, ഉപദേശിയാണ്. പക്ഷേ പൈലറ്റിൻ്റെ ലൈസൻസ് അവൻ്റെ കയ്യിലുണ്ട്. നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വലിയൊരു സ്വപ്നം. ദൈവം നിന്നെ വാലല്ല തലയാക്കി തീർക്കും. നിനക്ക് നല്ല കഴിവുകളെ തരും. നിനക്ക് അസാമാന്യമായ ബുദ്ധി തരും. നിന്നെ സാധാരണക്കാരനാക്കത്തില്ല, അസാധാരണക്കാരനായി ഒരു മനുഷ്യനാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3ാമത്തെ, ഒഴിഞ്ഞ പാത്രം കുറച്ചായി പോകരുത്. അളവ് ആരാ നിശ്ചയിക്കുന്നത്? ദൈവം അല്ല, നീയാണ്. നിൻ്റെ അളവ് നീ ചെറുതാക്കി കളയരുത്. നിൻ്റെ അതിര് നീ ചെറുതാക്കി കളയരുത്. പത്താംകോട്ട് ചെന്ന് പഞ്ചാബിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സമയം പോന്നു. ഒരു വില കൂടിയ വാച്ചാണ്. എന്ത് ചെയ്യാനാ? ഒരു ഒത്തിരി വിലയുള്ളൊരു വാച്ചാണ്. 80,000 അല്ല 38,000 ഇതിൻ്റെ വില. 38,000. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ വില കുറഞ്ഞ വാച്ച് ഒന്നും കെട്ടാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ കടയിൽ ചെന്ന് 38,000 ഒരു വാച്ച് വാങ്ങിച്ചു. 380 രൂപ, 38,000 പൈസ, മെയ്ഡ് ഇൻ ചൈന. കണ്ട മെക്കാനിക്ക് പറഞ്ഞു, വാച്ചിൻ്റെ മെക്കാനിക്ക് പറഞ്ഞു, ഇത് ചീത്തയായ റിപ്പയർ ചെയ്യാൻ കൊണ്ടുവരത്, കളഞ്ഞു വെച്ച് വേറൊന്ന് വാങ്ങിച്ചോണം. ഹല്ലേലൂയ. സമയം പോവാണ്. നീയാണ് അതിൽ നിശ്ചയിക്കുന്നത്. പത്താംകോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു പുരയിടം വാങ്ങിച്ചു. 100 അടി നീളം, 112 അടി വീതിയാണ് കൂടുതൽ, നീളം കുറവ്. അങ്ങനെ ആ പുരയിടത്തിന് കിടപ്പ്. ആ സമയത്താണ് ജോൺ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ ദൈവദാസൻ എന്നെ കാണാമെന്ന്. എന്നെപ്പറ്റി അറിഞ്ഞിട്ട് വന്നതാണ്, ഞാൻ വിളിച്ചതല്ല. അദ്ദേഹം വന്നു. ഞാൻ അദ്ദേഹത്തെ കൊണ്ടവിടെ ചെന്നു. അദ്ദേഹം ആരാണെന്ന് എനിക്കറിയത്തില്ല. ഒരു സഭയിലെ പാസ്റ്ററാണെന്ന് മാത്രം അറിയാം. എനിക്കങ്ങനെ സാഹിബ്മാരെ കണ്ട് വലിയ പരിചയമൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് വെച്ചെൻ്റെയൊക്കെ പറഞ്ഞു. എൻ്റെയൊക്കെ ചോദിച്ചു, നിൻ്റെ സ്വപ്നം എന്താ? ഞാൻ പറഞ്ഞു, ഈ കാണുന്ന ഭൂമിയൊക്കെ വാങ്ങിക്കണം. 40 ഏക്കർ ഭൂമിയാണ്. ഞാൻ പറഞ്ഞു, ഈ ഉയർന്ന ഭൂമി എനിക്ക് വേണം. അയാൾ പറഞ്ഞ പുറകിലത്തേതൂടെ വാങ്ങിച്ചാട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ അവിടെ നിന്നുകൊണ്ട് അന്തരീക്ഷത്തിൽ ഒരു വരയിട്ടു. എനിക്ക് ഇത്രയും. കുറച്ച് വർഷം കൂടെ കഴിഞ്ഞപ്പോഴാണ് അതിന് അയൽക്കാരൻ വന്ന് വെച്ച് പറഞ്ഞ് എൻ്റെ അതുകൂടെ തരാം, അന്നേരം നമുക്കൊരു നല്ല സ്ട്രെയിറ്റ് ലൈൻ ആവും. ഞാൻ അതുകൂടെ വാങ്ങിച്ചു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നീരേറ്റുപുറത്തെ പാസ്റ്റർ KC ജോൺ, അദ്ദേഹം ഞങ്ങളുടെ അവിടെ പ്രസംഗിക്കാൻ വന്നു. 1981 കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ റോഡിൽ കൊണ്ടുവന്ന് ജോൺ ഓസ്റ്റിനും ഞാനും കൂടെ നിന്ന സ്ഥലത്ത് അവിടെ നിന്നുകൊണ്ട് ഞാൻ പാസ്റ്റർ KC ജോണിൻ്റെ കഥ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് ജോൺ ഓസ്റ്റിൻ്റെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇത്രയും മതി. ജോൺ ഓസ്റ്റിൻ എനിക്കൊരു എയറോപ്ലെയിൻ വാങ്ങിച്ചു തരാൻ വന്നതാണ്. അയാൾ എൻ്റെയൊക്കെ പറഞ്ഞു, ഇത് മുഴുവൻ ഇങ്ങ് വാങ്ങിയത്. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇത്രയും മതി. എത്ര കിട്ടിയെന്നറിയാമോ? ഞാൻ അതിരിട്ടത്ര എനിക്ക് കിട്ടിയുള്ളൂ. ആരാണ്? ഞാൻ പെട്ടെന്ന് എനിക്ക് ചിന്ത വന്നേ. ഞാൻ പറഞ്ഞു, ഞാനാണ് എൻ്റെ വൃത്തം ചെറുതാക്കി കളഞ്ഞത്. നിൻ്റെ വൃത്തം നീ ചെറുതാക്കരുത്. നിൻ്റെ മക്കളുടെ വൃത്തം നീ ചെറുതാക്കി കളയരുത്. നിൻ്റെ സഭയുടെ വൃത്തം ചെറുതാക്കി കളയരുത്. പാസ്റ്റർ പോയോ? പാസ്റ്ററെ, സഭയുടെ വൃത്തം ചെറുതാക്കി കളയരുത്. പാസ്റ്ററെ, സഭയുടെ വൃത്തം ചെറുതാക്കി കളയരുത്. നിങ്ങളുടെ വൃത്തം നിങ്ങൾ ചെറുതാക്കി കളയരുത്. ഹല്ലേലൂയ. പറഞ്ഞു, ഒഴിഞ്ഞ പത്രം ധാരാളം, കുറവായിരിക്കും. 4ാമത്തെ ഭാഗം. എന്നിട്ട് വാതിൽ അടയ്ക്കണം. നിറഞ്ഞത് ഒരിടത്ത് വെക്കണം. ഒഴിഞ്ഞത് ഒരിടത്തിരിക്കട്ടെ. ഹല്ലേലൂയ. എന്തിനാ ഈ വാതിൽ അടയ്ക്കുന്നേ? കാരണം വിചാരിച്ചോ, ഇയാൾ എന്നെ ഒന്ന് സഹായിക്കാം, ആരോഗ്യമുള്ളവർ വരട്ടെ. ബ്രദറിന് ആരോഗ്യമുണ്ടോ? ഞാനിതിലൊന്ന് കയറി നിൽക്കാൻ പോവാം. ഈ സ്ത്രീ അമ്മ അവിടെ നിന്നുകൊണ്ട് ഭരണിക്കകത്തൊന്ന് ഒഴിക്കുക. പാത്രം 1 വന്നു മാറ്റി വെച്ചു, 2 വന്നു മാറ്റി വെച്ചു, 3 വന്നു മാറ്റി വെച്ചു. അവർ തമ്മിൽ ഐക്യതയുണ്ടായിരുന്നു. അമ്മയും മൂത്ത മോനും ഇളയ മോനും കൂടെ ഐക്യതയോടെ. നിങ്ങൾക്ക് അനുഗ്രഹം വരണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഐക്യത വേണം. പല വീട്ടിലും അച്ചായൻ അങ്ങോട്ട് നോക്കിയിരുന്ന് പ്രാർത്ഥിക്കും, അമ്മാമ്മ ഇങ്ങോട്ട് നോക്കിയിരിക്കും, മോൻ അവിടെ ഇരുന്നുകൊണ്ട് ഫോണിനകത്തൊന്ന് എവിടെ അങ്ങനെ ദൈവം അനുഗ്രഹിക്കുന്നത്? ഇവൻ ഒഴിക്കാം പറഞ്ഞ് കഥ ഉടയ്ക്കണം. എന്താ കാര്യം? ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലേക്കൂടെ അത്ഭുതം നിന്നു പോയെന്ന് പറയുന്ന ഒരു ഉപദേശി വരുന്നത്. അച്ചാമ്മോ
എന്തോ എടുക്കുക, ഈ എണ്ണ ഈ പാത്രത്തിലൊക്കെ വരിക. ഇതൊന്നും നടക്കത്തില്ല, അത്ഭുതം എന്നേ നിന്നുപോയി. ദൈവം എന്ത് പറഞ്ഞു? ദൈവത്തിൻ്റെ ദാസൻ എന്ത് പറഞ്ഞു? വാതിലടയ്ക്കണം. നിൻ്റെയും വിശ്വാസത്തിൻ്റെ വാതിലടയ്ക്കണം, നിൻ്റെയും അത്ഭുതത്തിൻ്റെ വാതിലടയ്ക്കണം. അല്ലെങ്കിൽ സംശയം ഉണ്ടാക്കുന്നവർ നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ തലച്ചോറിനകത്ത് വിഷവിത്തുകളിടും. താങ്ക് യു. അവിടെ ഹല്ലേലൂയ, അവിടെ ഐക്യത ഉണ്ടായിരുന്നു. ഇനിയും പറയുന്നത് കേട്ടിട്ട് എഴുതിയെടുക്കാം. ഐക്യത സ്വയം ഉണ്ടാകുന്നില്ല, ഉണ്ടാക്കിയെടുക്കണം. ആരുണ്ടാക്കിയെടുക്കണം? അമ്മ. അവിടുത്തെ അമ്മ, അവിടെ അപ്പനില്ലാത്തതുകൊണ്ട് ലീഡർ ഉണ്ടാക്കിയെടുക്കണം, ഐക്യത ഉണ്ടാക്കിയെടുക്കണം. അവസാനം അമ്മ പറഞ്ഞു, പാത്രം തീരുകയാണ്, മോനെ ഒരു പാത്രം കൂടെ കൊണ്ട്. പാത്രം തീർന്നു പോയി, എണ്ണ നിന്നു. എങ്ങനെയാണ് എണ്ണ നിന്നത്? ആരാ എണ്ണ നിർത്തിയത്? ദൈവമല്ല നിർത്തിയത്, ആ ചെറുപ്പക്കാരൻ അവൻ്റെ ശബ്ദം കൊണ്ട് നിർത്തി. പാത്രമില്ല. അവൻ പറയേണ്ടതായിരുന്നു, അമ്മ അവിടെ നിന്നല്ലേ ഞാനിതാ വരുന്നു കേട്ടോ, ഓടിപ്പോയി ഒരു പാത്രം കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നെങ്കിൽ ഓടിപ്പോയി വേറൊരു പാത്രം. 83 വയസ്സേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടായി തുള്ളിച്ചാടുന്നത് കേട്ടോ. നിങ്ങളുടെയൊക്കെ പ്രായമാകുമ്പോൾ ഞാൻ ചാട്ടമൊക്കെ അങ്ങ് നിർത്തും, അതുവരെ ഒന്ന് ചാടിക്കോട്ടെ. എന്നിട്ട് പോയി പാത്രം. അന്നും പാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഇന്നും എണ്ണ ഒഴുകുമായിരുന്നു. നിരാശയുടെ വാക്കുകൾ കൊണ്ട് നിൻ്റെ അത്ഭുതം നിർത്തരുത്. ഒരു ദിവസം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ബഹ്റൈനിൽ നേഴ്സുമാരുടെ ക്വാർട്ടറിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. എന്നെ കൊണ്ടുപോകാനായിട്ട് 10 മണിക്ക് 10 മിനിറ്റുള്ളപ്പം ആൾ വരും. ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ അടുത്ത മീറ്റിംഗ്. അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് ഇനിയും 10 മിനിറ്റേ ഉള്ളൂ, 10 മണിയാകുമ്പോൾ ആൾ വരും. എൻ്റെ ദൈവം, എൻ്റെ പ്രസംഗം പകുതിയായതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എന്തോ ചെയ്യാനാ, ഓടുന്ന ഒരു വാച്ചാണ് എൻ്റെ കയ്യിൽ. ഈ വാച്ച് അങ്ങ് നിന്ന് പോയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പ്രസംഗിക്കാം. ഞാൻ കുറച്ചുകൂടെ പ്രസംഗിച്ചു. ആരും വന്നില്ലല്ലേ കൊണ്ടുപോകാനായിട്ട്. ഞാനിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വാച്ച് നോക്കിയപ്പോൾ ഞാൻ എപ്പോൾ ഈ വാച്ച് അങ്ങ് നിൽക്കണമെന്ന് പറഞ്ഞു, അന്നേരം നിന്നു. ചിലർ വിചാരിക്കും ഫാജു വർഗീസിൻ്റെ ശബ്ദത്തിന് എന്തൊരു കഴിവാണ്. വിശ്വാസത്തിൻ്റെ കഴിവാണ്. ഞാൻ പറഞ്ഞതുകൊണ്ട് അത്ഭുതം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ എല്ലാം വീട്ടിൽ വന്നങ്ങ് പ്രാർത്ഥിച്ചേനേയും. ദൈവമേ, ഇവരെല്ലാം മില്യനേഴ്സായി തീരട്ടെ, ഒരു കോടീശ്വരന്മാരായി തീരട്ടെ, ഇവരുടെ മക്കളൊക്കെ ഓസ്ട്രേലിയ പോട്ടെ, ന്യൂസിലാൻഡ്. അല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടെ നീ പറയുമ്പോൾ നിൻ്റെ വീട്ടിലേക്ക് നീ പറയണം, എൻ്റെ വീട്ടിലേക്ക് ഞാൻ പറയും. അവിടെയൊക്കെ പറഞ്ഞാണ്, നീ നിൻ്റെ പാത്രങ്ങൾ കുറച്ചാക്കരുത്, നീ ഈ വാഗ്ദത്തോടെ പോകുക. എന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, നിനക്ക് ചെയ്യാൻ ഒക്കുന്നു നീ ചെയ്യണം, ബാക്കി ദൈവം ചെയ്യും. നീ നിൻ്റെ പ്രശ്നവുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകണം, ദൈവത്തിൽ നിന്ന് റേമ പ്രാപിക്കണം. ചോദിച്ചു, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? അവിടെ വീട്ടിൽ വേറെ പലതും കാണും കേട്ടോ. കൊരണ്ടി കാണും. കൊരണ്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള പലക കാണും, അവിടെ പാ കാണും, പിഞ്ഞാണം കാണും. അവൾ കൊടുത്തത് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. അന്നത്തെ കാലത്ത് ഏറ്റവും വിലപ്പെട്ടത് എണ്ണയാണ്. നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് ഏറ്റവും വിലപ്പെട്ടത് കൊടുക്കണം കേട്ടോ. ചിലർ ദൈവവേലയ്ക്ക് മക്കളെ നേരും. ആരാന്നറിയാം? ഞാനൊരിക്കൽ കുന്നംകുളത്ത് പ്രസംഗിക്കുക. ഒരു 10,000 പേര് കാണും, വലിയ ആൾക്കൂട്ടമാണ്. ഞാൻ പറഞ്ഞു, വടക്കേ ഇന്ത്യയെ പറ്റിയൊക്കെ പറഞ്ഞ് ചോദിച്ചു, ആര് വടക്ക്? ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കറിയാം ഇന്ന് വെല്ലുവിളി കൊടുക്കുന്ന സമയത്ത് ആളുകളൊക്കെ സമർപ്പിക്കാം. ഞാൻ ചോദിച്ചു, ആരാ വടക്കേ ഇന്ത്യക്ക് പോകും? കൈ ഉയർത്താൻ പറഞ്ഞു. ഒരാൾ പോലും കൈ ഉയർത്തിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തിരുവിതാംകൂർ ഭാഷ അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഞാൻ ചോദിച്ചു, വടക്കേ ഇന്ത്യക്ക് ആര് പോകും? ഒരു ചെറുപ്പക്കാരൻ പുറകിൽ നിന്ന് കൈവെക്കും. ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ, ഒരാളെങ്കിലും കൈവെക്കല്ലോ. ഞാൻ പറഞ്ഞു, മോനെ ഈ മുമ്പോട്ട് വന്നാട്ടെ. അവൻ വന്നു. അവൻ്റെ അമ്മയും വന്നു, കൊണ്ടുപോകും. പെന്തിക്കോസ്ത് ചേർത്തോ, എവിടെ വേണേലും ചേർത്തോ, കൊണ്ടുപോയിക്കോ. ഞാൻ ചോദിച്ചു, വേറെ മക്കളുണ്ടോ? അയ്യോ വേറെ ഉണ്ട്, അതൊന്നും ചോദിക്കണ്ട, എവനെ കൊണ്ടുപോ. നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ നല്ല കുഞ്ഞിനെ കൊടുക്കണം. Give the best to God. Give the best time to God. നിൻ്റെ ഏറ്റവും നല്ല സമയം കൊടുക്കണം. ഞാൻ 5 മണിക്ക് എഴുന്നേക്കും. ഇന്ന് എഴുന്നേറ്റു 5 മണിക്ക്. ഞാൻ ക്ഷീണിതനായിരുന്നു. ഇന്നലെ ഞാൻ യാത്ര ചെയ്ത് വന്നതാണ്. എന്നിട്ട് ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു. നിങ്ങളും നല്ല സമയം. ഞാൻ പറഞ്ഞില്ല 5 മണിക്ക് എഴുന്നേക്കണമെന്ന്. എത്ര രൂപ എടുത്തു? Give your best to God. ഹല്ലേലൂയ. നീ കൊടുക്കുന്നത് ചെറുതായിരിക്കാം, പക്ഷേ അതിൻ്റെ കൂടെ ദൈവം വന്നു കഴിയുമ്പോൾ എൽഷദായി 1 രൂപയായിരിക്കാം. എൻ്റെ കയ്യിൽ 500 രൂപ വേറെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അതെടുത്തത്. നീ കൊടുത്ത് 1 രൂപയായിരിക്കാം. കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ സഹോദരൻ എൻ്റെ കൂടെ ഇല്ല, വേറൊരു സഹോദരനായിരുന്നു. ഞാൻ വെട്ടിയാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, മാവേലിക്കരയ്ക്കടുക്കൽ. ഞാനവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരു സഹോദരി വന്ന് പറഞ്ഞു, ഭർത്താവ് മരിച്ചു, 17,000 രൂപ കാറിൻ്റെ എല്ലാ മാസവും അടയ്ക്കണം, വരുമാനമില്ല, അവർക്ക് ജോലിയില്ല. അവരറിഞ്ഞു ഇങ്ങനെ PG വർഗീസ് എന്ന് പറഞ്ഞൊരു ഉപദേശി വരുന്നുണ്ട്, അവിടെ വന്ന് നിൽക്കുകയാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്
അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഓരോരുത്തർ വന്നു എൻ്റെ രൂപ തന്നു. ഞാൻ രൂപ ചോദിച്ചു വാങ്ങിച്ചു. 1 രൂപ തന്നാട്ടെ, എനിക്ക് 1 രൂപ വാങ്ങിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഓരോരുത്തർ വന്നു. 1 രൂപ തന്നവർക്ക് ഞാൻ 2 രൂപ കൊടുത്തു, 2 രൂപ തന്നവർക്ക് 5 രൂപ കൊടുത്തു, 5 രൂപ തന്നവർക്ക് 10 രൂപ കൊടുത്തു. അപ്പോൾ ഇവർക്കൊരു ആശ്വാസമായി. 1 രൂപയെ പാവത്തിൻ്റെ കയ്യിലുള്ളൂ. അവർ വേണമെന്ന് 1 രൂപ. അവർ പറയാ, PG വർഗീസ് എനിക്ക് തിരിച്ചു തരാതെ അത് പോക്കറ്റിലിട്ടു. ഇന്നവർ പണക്കാരിയാണ്. ഞാൻ പിന്നെ രൂപ കൊടുത്തായിരുന്നു കേട്ടോ, അന്ന് തന്നെ കൊടുത്തു. അന്നേരം അവരെ കളിപ്പിക്കാൻ ചെയ്തതാണ്. നിറഞ്ഞത് മാറ്റി വെക്കണം. കൊടുക്കുമ്പോഴേ കിട്ടത്തുള്ളൂ. പലരും ദശാംശം കണക്ക് നോക്കി കൊടുക്കത്തില്ല, കുറേശ്ശെ കൊടുക്കും. നിനക്കും കുറേശ്ശെ കിട്ടും. ഹല്ലേലൂയ. മാറ്റി വെക്കണം. ഹല്ലേലൂയ. ഞാനൊരിക്കൽ ഹൈദരാബാദിൽ പ്രസംഗിക്കുകയാണ്. ഹൈദരാബാദിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു മനുഷ്യൻ ചായക്കടയിലെ ചായ കൊടുക്കുന്ന മനുഷ്യനാണ്. മേശ തുടച്ചിട്ട് ചായ കൊണ്ട് കൊടുക്കും. ആ മനുഷ്യൻ തിരിച്ചു പോവുക, പരാജയപ്പെട്ടിട്ട് തിരിച്ചു പോവുക, അവൻ്റെ വീട്ടിലോട്ട് പോവുക. എവിടത്തേക്കാവും പോകുന്നത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിസാമാബാദിലേക്ക് പോവുകയാണ്. അവിടോട്ട് പോകുന്ന വഴിക്കാണ് എഴുതി വച്ചിരിക്കുന്നു, PG വർഗീസ് പ്രസംഗിക്കുന്നു. വലിയ മീറ്റിംഗ്, ഒരു 10,000 പേരോ 30,000 പേരുള്ള മീറ്റിംഗാണ്. അയാൾ അവിടെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ബ്രീഫ് കേസ് കൊണ്ടാണ് മറിഞ്ഞങ്ങ് വീണു. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പം അയാളുടെ ബ്രീഫ് കേസ് 2ആയിട്ട് പൊളന്നുപോയി. സാധനങ്ങളെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് ഒരു കയറുകൊണ്ട് കെട്ടി മീറ്റിങ്ങിനിരുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നീ എവിടെയാണോ പരാജയപ്പെട്ടത് അവിടത്തേക്ക് മടങ്ങിപ്പോവുക. അയാൾ വേറൊരു സ്ഥലത്തു നിന്ന് ചായക്കട വേലക്കാരനായിട്ട് നിന്ന് തളർന്നിട്ട് തിരിച്ചു വീട്ടിൽ പോവാ. അയാൾ പറഞ്ഞു, ഇത് ദൈവം എന്നോട് പറയുകയാണ്. അയാൾ തിരിച്ച് നിസാമാബാദിന് പോയി. അയാൾ അവിടെ ചെന്നിട്ട് ഏത് ചായക്കടയിലാണോ ചായ കൊടുത്തുകൊണ്ടിരുന്നത് അവിടുത്തെ വേലക്കാരനായി. അയാൾ ശ്രദ്ധിച്ചു, ഇവിടെ വരുന്നവരൊക്കെ രാവിലെ ഒരു ചായ കുടിക്കും, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബിസ്ക്കറ്റ് കൂടെ വാങ്ങിക്കും. അയാൾ ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങി. പിന്നെ അവസാനം കേക്ക് ഫാക്ടറി തുടങ്ങി. 2 രൂപയുടെ കേക്ക് ചായയുടെ കൂട്ടത്തിൽ. അയാൾ കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങി. ഞാൻ അവിടെ ചെന്നപ്പോൾ നിസാമാബാദി പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അദ്ദേഹത്തിന് അന്ന് 2 കാറുണ്ട്, ഒരു 2 നില കെട്ടിടമുണ്ട്, ഒരു ഭാര്യയുണ്ട്, 3-4 മക്കളുണ്ട്. പറഞ്ഞെന്ന് എനിക്കൊന്നൊരു ഏറ്റവും വലിയ ഫാക്ടറി, ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നു, കേക്ക് ഉണ്ടാക്കുന്നു, എന്താ ഒരൊറ്റ വാചകം, നീ എവിടെയാണോ പരാജയപ്പെട്ടത് അവിടത്തേക്ക് പോവുക. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും പരാജയപ്പെട്ടവരായിട്ടുണ്ടോ? നീയും പോകണം. എവിടെയാണോ ദൈവം നിന്നെ അയക്കുന്നത്, എന്നിട്ടൊരു ബിസിനസ് തുടങ്ങണം. 4, നിൻ്റെ അധരത്തിൽ എന്തുണ്ട്? അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം. പത്രോസും യോഹന്നാനും കൂടെ ഒരു ദിവസം ദൈവാലയത്തിലേക്ക് ചെല്ലുന്ന സമയത്ത്, ഒരിക്കൽ പത്രോസും യോഹന്നാനും, അങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ സമയത്തിന് ചർച്ചിലോട്ട് പോയെന്ന് ഒത്തിരി പേരുമുണ്ട്. ആരാധന 10 മണിക്കല്ലേ തുടങ്ങും, നമുക്ക് സാവധാനത്തിൽ പോകാം. തെറ്റ്. കറക്റ്റ് ടൈമിന് പോകണം, നേരത്തെ പോകണം. നിങ്ങളായിരിക്കണം മുമ്പേ വരുന്നത്. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും. എൻ്റെ സാക്ഷ്യം കൊണ്ട് പറയാൻ, എൻ്റെ മാത്രമല്ല വേറെ ആളുകളുടെ. സമയത്തിന് ആരാധനയ്ക്ക് ചെല്ലുന്ന വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. ആരാധനയുടെ സമയത്ത് അകത്തേക്ക് ചെന്നു, വാതിക്കലിരിക്കില്ല. ചിലർക്കൊരു സോക്കേടുണ്ട് കേട്ടോ. ചെന്ന് കഴിഞ്ഞാൽ ഭിത്തിയെ ചാരി പുറകിലിരിക്കും. അവർ പറയുന്നത് മണ്ണേ ചാരി ഇരുന്നെന്ന് പറയും. കാരണമുണ്ട്, ദൈവം